നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ഭാഗത്തിൽ സ്പോർട്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാനാകാത്ത ഒന്ന് തന്നെയാണ് നമുക്ക് ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ 2024 നമ്മളൊരു ഒളിമ്പിക്സ് കണ്ടു. അത് മാത്രം പോരാ, 2020 ടോക്കിയോ ഒളിമ്പിക്സ് ഉണ്ടായിരുന്നു, അതും പോരാ. നമുക്ക് എന്ത് വേണം? ഒളിമ്പിക്സിന്റെ പൂർവ്വകാല ചരിത്രം, നമ്മുടെ ആദ്യത്തെ ഒളിമ്പിക്സ് നടന്നത് മുതലുള്ള പ്രധാനപ്പെട്ട എല്ലാ ഫാക്റ്റുകളും നമുക്ക് PSC ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് തെളിവായി നിങ്ങൾക്ക് മുന്നിലേക്ക് കുറച്ച് PYQs കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ PYQs ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് രീതിയിൽ, എത്ര ആഴത്തിൽ ഒളിമ്പിക്സ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, എത്ര ആഴത്തിൽ നമ്മൾ പഠിച്ചാലാണ് നമുക്ക് ഒളിമ്പിക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാകുന്നത്. മറ്റൊരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കുറച്ചധികം PYQs നമ്മൾ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ PYQsന്റെ ഒന്നിന്റെയും ഉത്തരം ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതല്ല. പൂർണ്ണമായിട്ടും ഒളിമ്പിക്സ് എന്ന ടോപ്പിക് എന്നാണോ അവസാനിക്കുന്നത് അന്ന് നമ്മൾ എടുത്ത എല്ലാ PYQsന്റെയും ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയല്ല, നിങ്ങൾക്ക് തീർച്ചയായും അതിനെല്ലാത്തിനും ഉത്തരത്തിലേക്ക് എത്താനാകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം ഏതൊക്കെ PYQs ആണ് ഉള്ളതെന്ന് നോക്കാം. 2004 ഏതൻസ് ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്സിൽ മോഹിനി ഭരദ്വാജ് ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഏത് രാജ്യത്തിന് വേണ്ടിയാണ്? 2004 ഏതൻസ് ഒളിമ്പിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കൂടുതലായിട്ട് ഒന്നും പഠിക്കേണ്ട, നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് പോകാം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. The official mascot of the 2022 Winter Olympics Bring Don Don is a. അപ്പോ അത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ബിങ് ഡോൺ ഡോൺ ആയിരുന്നു 2022 വിന്റർ ഒളിമ്പിക്സിന്റെ മാസ്കോട്ട്. അത് ഏത് ജീവി ആയിരുന്നു എന്നതാണ് ഇതിലെ ചോദ്യം. അടുത്ത ചോദ്യം, The Indian hockey men's team won gold medal in the Amsterdam Olympics of 1928. Which among the following statement is or are correct about the performance of the Indian team in the Olympics? അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ഒളിമ്പിക്സ് മെഡൽ വേട്ടയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. The team scored 28 goals without replay in 7 matches. അപ്പോൾ ആ മാച്ച് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഓർക്കുക. The hockey wizard Dhyan Chand scored 14 goals. In the final match, India defeated Netherlands. In Olympics, it was the first Indian medal for hockey. എന്നൊക്കെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മാച്ച് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നീ സ്റ്റേറ്റ്മെന്റ്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. മിലാനോ കോർട്ടിന 2026 the next Winter Olympics will be held in which country? 2026 നെക്സ്റ്റ് വിന്റർ ഒളിമ്പിക്സിന് വേദിയാകുന്നതാണ് മിലാനോ കോർട്ടിന. ഇത് ഏത് രാജ്യത്താണ് എന്നതാണ് ചോദ്യം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 2026 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ്? 2026 ഇനി വരുന്ന വിന്റർ ഒളിമ്പിക്സിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. 2020 സമ്മർ ഒളിമ്പിക്സ് ഏത് സ്ഥലത്താണ് ആദ്യം നിശ്ചയിച്ചിരുന്നത്? 2020 സമ്മർ ഒളിമ്പിക്സ് ആദ്യം നിശ്ചയിച്ചിരുന്ന ഏത് സ്ഥലം, പിന്നീട് നടന്നത് ഏത് സ്ഥലം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ദ ഒളിമ്പിക് ഇൻ വിച്ച് PT ഉഷ ലോസ്റ്റ് ദ ബ്രോൺസ് മെഡൽ ബൈ എ നാരോ മാർജിൻ. വളരെ ചുരുങ്ങിയ ഒരു വ്യത്യാസത്തിൽ നമ്മുടെ PT ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് ഏതായിരുന്നു? നമ്മൾ ഇന്ത്യൻ ഒളിമ്പിക്സ് പഠിക്കും, അപ്പോൾ നമ്മൾ പഠിച്ചു പോകുന്ന പോർഷൻ ആണത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഹു വോൺ ദ ഫസ്റ്റ് ഒളിമ്പിക് മെഡൽ ഇൻ റെസ്ലിംഗ് ഫോർ ഇന്ത്യ? ഇതും നമ്മൾ ഇന്ത്യയുടെ വിജയങ്ങൾ അല്ലേ, നമ്മൾ ഒളിമ്പിക്സ് ഇൻ ഇന്ത്യ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. ഹു വോൺ ദ ഫസ്റ്റ് ഒളിമ്പിക് മെഡൽ ഇൻ റെസ്ലിംഗ് ഫോർ ഇന്ത്യ? Which of the following statements is or are correct about the 2022 Winter Olympics? 2022 വിന്റർ ഒളിമ്പിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബീജിംഗ് ഗെയിംസ് ഈസ് ദ ഫസ്റ്റ് വിന്റർ ഒളിമ്പിക്സ് ടു യൂസ് virtually 100% artificial snow. South Korea has been suspended from the 2022 Beijing Winter Olympics by International Olympic Committee. Arif Khan qualified for the 2022 Winter Olympics in ആൽപൈൻ സ്കൈയിങ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇൻ വിച്ച് ഇയർ ദ ഒളിമ്പിക്സ് ഓത്ത് വാസ് ടേക്കൺ ഫോർ ഫസ്റ്റ് ടൈം? ഒളിമ്പിക്സ് ഓത്ത് ആദ്യമായി ചൊല്ലിയത് ഏത് ഒളിമ്പിക്സിൽ എന്നാണ് ചോദ്യം. 1920, 1944, 1936, 1928. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ യു ഷറഫ് അലി, ബി PT ഉഷ,
സി വി സുനിൽകുമാർ, ഡി ക്രിസ്റ്റി കോവൻട്രി. അപ്പോ ഒളിമ്പിക്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ പേരും ഇതിലുണ്ട്. ഇതിൽ നിന്നും കേരളത്തിന്റെ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ്, അധ്യക്ഷൻ ആരെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യം 2025-ലേതാണ്. ഇത് 56 അല്ല, 54/25 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കോഡ് ഇതിന് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യന്റേതാണ്. നമ്മൾ ക്വസ്റ്റ്യൻ കോഡ് അടിയിലോട്ടാണ് എഴുതി പോയത്. അപ്പൊ വന്നപ്പോഴത്തേക്കും അടുത്ത ക്വസ്റ്റ്യന്റെ മുകളിലായിപ്പോയി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കോഡ് തൊട്ട് മുന്നത്തേതാണ്. ഇതിന്റെ ക്വസ്റ്റ്യൻ കോഡ് 54/25 ആണ്. അതായത് 2025 ചോദിച്ച ചോദ്യമാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കോവൻട്രി. അവരുടെ ജന്മദേശം നമീബിയയാണ്. ഈ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ്. മുൻ ഒളിമ്പിക് ബാഡ്മിന്റൺ താരമാണ് ക്രിസ്റ്റി കോവൻട്രി. അപ്പൊ ക്രിസ്റ്റി കോവൻട്രിയെ പറ്റി വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാം. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആരാണ്? ഓപ്ഷൻ എ ധ്യാൻചന്ദ്, ജയ്പാൽ സിംഗ്, മുഹമ്മദ് ഷാഹിദ്, ധൻരാജ് പിള്ള. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഹോക്കിയിലാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ തിളങ്ങിയിട്ടുള്ളത്. ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ പഠിക്കാം. അടുത്ത ചോദ്യം. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം. ഓപ്ഷൻ എ പ്രണോയ് എച്ച്.എസ്., ബി അനുഷ് അഗർവാല, സി വിഷ്ണു ശരവണ, ഡി PR ശ്രീജേഷ്. അടുത്ത ചോദ്യം. 2028-ലെ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം. ഓപ്ഷൻ എ ബീജിംഗ്, ബി ജക്കാർത്ത, സി ഇഞ്ചിയോൺ, ഡി ലോസ് ഏഞ്ചൽസ്. ഇതിൽ എവിടെയാണ് 2028-ലെ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത്? ഇതും 2025-ലെ ചോദ്യമാണ്. അടുത്ത ചോദ്യം. ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യൻ വനിതയാര്? ഓപ്ഷൻ എ PT ഉഷ, ബി മേരി കോം, സി PV സിന്ധു, ഡി കർണം മല്ലേശ്വരി. ഇവയിൽ ആരാണ് ആദ്യമായി ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇന്ത്യൻ വനിത? തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ വനിതാ താരം മീരാഭായ് ചാനു, PV സിന്ധു, ലവ്ലീന ബാർഗോഹേൻ. ഇവരാരുമല്ല. ഇതൊക്കെ നമ്മൾ 2024 ഒളിമ്പിക്സും 22 ഒളിമ്പിക്സും പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് പഠിക്കും. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണം നേടിയ കായിക ഇനം ഏതാണ്? ഇനി ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ വിളിച്ചെടുത്ത് ചോദിച്ചാൽ നീരജ് ചോപ്രയുടെ കായിക ഇനം ഏതാണെന്ന് പറയും അല്ലേ? അത്രയ്ക്കും നമ്മൾ നീരജ് ചോപ്രയെ അറിഞ്ഞു കഴിഞ്ഞു. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 2026-ലെ ശീതകാല ഒളിമ്പിക്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങൾ ഏതെല്ലാം? 2026-ലെ ശീതകാല ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. മിലാൻ, നാപ്പോളി, ചമനോക്സ്മോൺ, കോർട്ടീന, ഡി ആംബസോ. ഇവയിൽ എവിടെയൊക്കെയാണ് നടക്കുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. അടുത്ത ചോദ്യം. ഒളിമ്പിക്സ് ചിഹ്നത്തിൽ എത്ര വളയങ്ങൾ കോർത്തിണക്കിയിട്ടുണ്ട്? ഓപ്ഷൻ എ 4, ബി 5, സി 6, ഡി 8. പറക്കം സിംഗ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖ സിംഗ് അന്തരിച്ചത് ഏതു വർഷം? ഇതൊരു റീസെന്റ് ഫാക്ട് ആണ്, അതുകൊണ്ടാണ് ഇത് വർഷം ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇനിയും പഠിക്കണം, ഇപ്പോഴും പഠിച്ചിരിക്കണം. അപ്പൊ 1 2018, 2 2020, 3 2021, 4 2019. അപ്പൊ ഇതിൽ ഏത് നമ്പറിലാണ് ആ ശരിയായിട്ടുള്ള വർഷം എന്നതാണ് ഇവിടെ ഓപ്ഷൻസിൽ വന്നേക്കുന്നത്. ഇത് നമ്മൾ കൃത്യമായിട്ടും ഓപ്ഷനും അതെല്ലാം ചെക്ക് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ദേശീയ ഗുസ്തി താരവും ഒളിമ്പിക്സ് മെഡൽ ജേതാവുമായ സാക്ഷി മാലിക്കിന്റെ ജന്മദേശം. സാക്ഷി മാലിക് ഏത് സംസ്ഥാനക്കാരിയാണ്? ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, അരുണാചൽ പ്രദേശ്. അടുത്ത ചോദ്യം നോക്കാം. ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ആദ്യമായി ജാവലിംഗ് ത്രോയിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിത്തന്ന കായിക താരമാര്? ജാവലിംഗ് ത്രോ കപിൽ ദേവ്, സച്ചിൻ ടെണ്ടുൽക്കർ, നീരജ് ചോപ്ര, സൗരവ് ഗാംഗുലി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഉത്തരം അറിയാമെന്ന് എനിക്കറിയാം, പക്ഷെ നമുക്ക് ഇപ്പൊ നോക്കണ്ട. അപ്പോൾ ചിലരെങ്കിലും ഇത് സ്കിപ്പ് ചെയ്യും. നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യരുത്. കാര്യം ഈ ഇത്രയും PYQ നമ്മൾ ഏകദേശം ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളിൽ നിന്നും ഒളിമ്പിക്സിന്റെ PYQ കളക്ട് ചെയ്താണ് ഈ ഒരു സെക്ഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും PYQ-യിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെല്ലാം ഇതിൽ എവിടെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതെല്ലാം കോർത്തിണക്കി മാത്രമാണ് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ക്ലാസ് ഒരുക്കിയിട്ടുള്ളത്. ആവശ്യമില്ലാത്ത പോയിന്റുകളൊന്നും തന്നെ കുത്തി നിറച്ചിട്ടില്ല. അപ്പൊ ഇതിങ്ങനെ നിങ്ങൾ കേട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ ഈ ചോദ്യം മുൻകാല ചോദ്യമായിരുന്നല്ലോ, ഇതിലൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതുമായി റിലേറ്റഡ് ചെയ്ത് ഇപ്പൊ ഇത് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഇനി വരുന്ന ഇതുമായി റിലേറ്റ് ചെയ്ത പോയിന്റും എന്താണ് ഇനി വരുന്ന പരീക്ഷകൾ ചോദിക്കാം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകാനാണ് ഈ PYQ എല്ലാം ഈ സ്ലൈഡുകളിൽ ഞങ്ങൾ ആഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം ഏതാണ്? ട്രിപ്പിൾ ജംപ്, ബാഡ്മിന്റൺ, 4x400 റിലേ, ഹോക്കി.
ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം ഹോക്കി, ഫുട്ബോൾ, ക്രിക്കറ്റ്, ടെന്നീസ്. ഇതിലേതാണ് ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യ വനിത, നിലവിലും അദ്ദേഹം തന്നെയാണ്. 2024 ചോദ്യമാണ്. അഞ്ജു ബോബി ജോർജ്, PT ഉഷ, മേരി കോം, അശ്വിനി പൊന്നപ്പ. അപ്പൊ എല്ലാം വനിതകളായതുകൊണ്ട് തന്നെ പറയാം, നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാണ്. ആരാണെന്ന് നോക്കാം, ഒരു മലയാളി കൂടിയാണ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? അപ്പൊ നേരത്തെ ആകെ എത്ര വളയം എന്ന് ചോദിച്ചു, ഇപ്പോ ഏത് ഭൂഖണ്ഡത്തെ എന്ന് ചോദിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി. 2024 സമ്മർ ഒളിമ്പിക്സ് കഴിഞ്ഞു, ഇത് 24 ചോദ്യമായിരുന്നു. ലണ്ടൻ, മോസ്കോ, ബീജിംഗ്, പാരീസ്. ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം മേരി കോം, PR ശ്രീജേഷ്, മൈക്കൽ ഫെൽപ്സ്, മൈക്ക് ടൈസൺ. ഇതിൽ ആരാണ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ താരം? Which among the following statement is or are correct with respect to India's performance in the Paris Olympics 2024? 1. In all, India won 6 medals. 2. Manu Bhakkar won the first medal for India. 3. Neeraj Chopra won a silver medal in javelin throw. 4. Aman Saharwat won bronze in wrestling. ഇതിൽ ഏതാണ് 2024 പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നേടിയ മെഡലുകളുടെ കാര്യത്തിൽ ഏതൊക്കെയാണ് ശരി എന്നതാണ് ഇവിടെ ചോദ്യം. Where will the Winter Olympics be held in 2026? Paris, Garmisch-Partenkirchen, Milan and Cortina d'Ampezzo, ബ്രിസ്ബെയിൻ. ഇവയിൽ എവിടെയാണ് 2026 വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത്? ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം. അതായത് നമ്മുടെ ഇപ്പം ജാവലിൻ ത്രോ താരമാണെന്ന് തെളിഞ്ഞു അല്ലേ? ചോദ്യങ്ങൾ ഇങ്ങനെ മാറുന്തോറും പല ചോദ്യങ്ങൾക്കും ഉത്തരം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ ജാവലിൻ ത്രോ താരമാണ് നമ്മുടെ നീരജ് ചോപ്ര. എത്ര ദൂരം എറിഞ്ഞാണ് സ്വർണം നേടിയത് എന്നാണ് ഇവിടുത്തെ ചോദ്യം. ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരമാര്? കർണ മല്ലേശ്വരി, മേരി കോം, സൈന നെഹ്വാൾ, മനു ഭക്കർ. അപ്പൊ ഇത്രയുമാണ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഏകദേശം ഒരു 33ഓളം ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പം ഇനി അടുത്ത് വരുന്ന പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇനി ആഡ് ചെയ്ത് പോകും. ഇനി വരുന്ന ക്ലാസ്സുകൾ, അതായത് ഒളിമ്പിക്സിന്റെ ക്ലാസ് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ ഒരു പരീക്ഷ നടന്നു, അതിൽ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടെങ്കിൽ തീർച്ചയായും അതും നിങ്ങളിലേക്ക് എത്തിയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിനി ഒളിമ്പിക്സിനെ പറ്റി പഠിച്ചു തുടങ്ങാം. എന്തൊക്കെയാണ് നമുക്ക് ഒളിമ്പിക്സിനെ പറ്റി അറിയാനുള്ളത്? ക്ലാസ്സിലേക്ക് കിടക്കാം. The world's eldest and longest sports event. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒളിമ്പിക്സ് ആണ് ലോകത്തിലെ ഏറ്റവും പഴയതും ഏറ്റവും വലുതുമായിട്ടുള്ള കായിക ഇനം അല്ലേ? ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും പഴയതുമായിട്ടുള്ള ഒരു സ്പോർട്സ് ഇവന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. The game were conducted every 4 years and the period between 2 games was known as Olympiad. എന്താണ് ഈ ഗെയിമിന്റെ ഒരു കാലയളവ്? 2 ഒളിമ്പിക്സുകൾക്കിടയിലുള്ള ആ ഒരു കാലയളവ് എന്ന് പറയുന്നത് 4 വർഷമാണ്. ഇതിനെയാണ് ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നു? ഒളിമ്പ്യാഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ 4 വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. കൂടാതെ ഓരോ ലീപ്പ് ഇയറിലുമാണ് ഒളിമ്പിക്സ് നടക്കുന്നത് അല്ലേ? 2016 നടന്നു, 2020 നടന്നു, 2024 നടന്നു, 2028 നടക്കാൻ പോകുന്നു. ഓരോ ലീപ്പ് ഇയറിലുമാണ്, ഓരോ അധിവർഷങ്ങളിലുമാണ് എന്ത് നടക്കുന്നത്? ഒളിമ്പിക്സ് നടക്കുന്നത്. അപ്പൊ 2 ഒളിമ്പിക്സ് തമ്മിലുള്ള ആ ഒരു ടൈം ഗ്യാപ്പിനെ നമ്മൾ ഒളിമ്പ്യാഡ് എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? ഒളിമ്പ്യാഡ്. The year in which the ancient Olympics took place. അപ്പോ നമ്മുടെ ഏൻഷ്യന്റ് ഒളിമ്പിക്സ്, പുരാതന ഒളിമ്പിക്സ് നടന്നത് എന്നാണ്? BC 776 ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല ഈ കളികളൊന്നും. BC 776 പ്രാചീന ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. ആൻഷ്യന്റ് ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം ഏതാണ്? BC 776 ചോദിച്ചിട്ടുണ്ട്. സിറ്റി ദാറ്റ് ഹോസ്റ്റഡ് ദ ആൻഷ്യന്റ് ഒളിമ്പിക്സ്. പ്രാചീന ഒളിമ്പിക്സിന് ഹോസ്റ്റ് ചെയ്ത സിറ്റി, നഗരം ഏത്? പ്രാചീന ഒളിമ്പിക്സ് എവിടെയാണ് നടന്നത്? ഒളിമ്പിയയിലാണ്. ഗ്രീസിലെ ഒളിമ്പിയയിലാണ് എന്ത് നടന്നത്? പ്രാചീന ഒളിമ്പിക്സ് നടന്നത്. BC 776 പ്രാചീന ഒളിമ്പിക്സ് ആദ്യമായി നടന്നത് എവിടെയാണ്? ഗ്രീസിലെ ഒളിമ്പിയയിലാണ്. ഇതിന്റെ ഒരു ടൈം ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്
ഒരു ദിവസം, ഒരൊറ്റ ദിവസമാണ് പ്രാചീന ഒളിമ്പിക്സ് BC 776 നടന്നത്. ഒരൊറ്റ ദിവസമായിരുന്നു. The first medalist in the ancient Olympics was Coroebus. ആരാണ്? കൊറോബസ് ആയിരുന്നു ഫസ്റ്റ് ഒളിമ്പിക് മെഡലിസ്റ്റ്. ആൻഷ്യന്റ് ഒളിമ്പിക്സിലെ ആദ്യത്തെ മെഡൽ ജേതാവായിരുന്നു ആര്? കൊറോബസ് ആയിരുന്നു ആദ്യത്തെ മെഡൽ ജേതാവ്. The ancient Olympics were abolished by Theodosius I in AD 393. AD 393 തിയോഡോസിയസ് എന്ത് ചെയ്തു? തിയോഡോസിയസ് ഒന്നാമൻ ഒളിമ്പിക്സ് നിർത്തലാക്കിയ വ്യക്തി, നമ്മുടെ പ്രാചീന ഒളിമ്പിക്സ് നിർത്തലാക്കിയ വ്യക്തിയാണ് തിയോഡോസിയസ് ഒന്നാമൻ. അത് AD 393 AD 393 തിയോഡോസിയസ് എന്ത് ചെയ്തു? പ്രാചീന ഒളിമ്പിക്സ് നിർത്തലാക്കി. മതി, ഇനി ഇവിടെ കളി വേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇത് നിർത്തലാക്കി. The modern Olympics began. അപ്പോൾ പ്രാചീന ഒളിമ്പിക്സ് AD 393 അവസാനിക്കുന്നു. അത് കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിടുന്നു. എന്ത് ചെയ്യുന്നു? നമ്മുടെ മോഡേൺ ഒളിമ്പിക്സ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ കണ്ടിരിക്കുന്ന ഒരു ഒളിമ്പിക്സ് മാതൃകയിൽ ഒളിമ്പിക്സ് ആരംഭിക്കുന്നു. 1896 April 6 1896 ഏപ്രിൽ 6 എന്ത് ആരംഭിക്കുന്നത്? മോഡേൺ ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. 1896 ഏപ്രിൽ 6 മോഡേൺ ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. വേൾഡ് ഒളിമ്പിക്സ് ഡേ ആയി ആചരിക്കുന്നത് ജൂൺ 23 എന്തുകൊണ്ടാണെന്ന് നമുക്ക് പഠിക്കാം. ജൂൺ 23 വേൾഡ് ഒളിമ്പിക്സ് ഡേ എന്നാണ് ജൂൺ 23. മോഡേൺ ഒളിമ്പിക്സ് ആരംഭിച്ചത് എന്നാണ്? 1896 ഏപ്രിൽ 6 മോഡേൺ ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. ഒളിമ്പിക്സ് ഡേ ആയി നമ്മൾ ആചരിക്കുന്നത് ജൂൺ 23. അങ്ങനെയെങ്കിൽ നമ്മുടെ ഒളിമ്പിക്സിന്റെ പിതാവ്, ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ്, ഫാദർ ഓഫ് മോഡേൺ ഒളിമ്പിക്സ്, ബാരൻ പിയറി ഡി കുബർട്ടിൻ. ആരാണ്? പിയറി ഡി കുബർട്ടിൻ ആണ് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പിയറി ഡി കുബർട്ടിൻ ആണ്. ഇത് പഴയ PSC പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മൾ എടുത്തിട്ടുള്ളത് 2020 മുതൽക്കുള്ളതാണ്. 20 മുതൽ 25 വരെയുള്ളതാണ് എടുത്തിട്ടുള്ളത്. അതിന് മുന്നേ ഉള്ള 17, 18 കാലഘട്ടങ്ങളിലൊക്കെ ചോദിച്ചിരുന്ന പരീക്ഷകൾ സ്ഥിര സാന്നിധ്യമായിരുന്നു പിയറി ഡി കുബർട്ടിൻ. ഇനിയും വന്നുകൂടാ എന്നില്ല. അപ്പൊ ഫാദർ ഓഫ് ദി മോഡേൺ ഒളിമ്പിക്സ് ഈസ് ആരാണ്? ബാരൻ പിയറി ഡി കുബർട്ടിൻ. ഡ്യൂറേഷൻ ഓഫ് ദി ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക്സ്. അപ്പോൾ ഏപ്രിൽ 6 ആരംഭിച്ച നമ്മുടെ മോഡേൺ ഒളിമ്പിക്സ്, ആധുനിക ഒളിമ്പിക്സ് അവസാനിച്ചത് ഏപ്രിൽ 15 അപ്പോൾ 1896 ഏപ്രിൽ 6 മുതൽ ഏപ്രിൽ 15 വരെയായിരുന്നു ആധുനിക ആദ്യത്തെ ഒളിമ്പിക്സ് നടന്നത്. 1896 ഏപ്രിൽ 6 മുതൽ ഏപ്രിൽ 15 വരെ. The total of 241 athletes from 14 countries competed in 43 events. അപ്പോൾ 1896 ഏപ്രിൽ 6 മുതൽ ഏപ്രിൽ 15 വരെ നടന്ന ആധുനിക ഒളിമ്പിക്സിൽ 241 കായിക താരങ്ങൾ എത്ര രാജ്യങ്ങളിൽ നിന്നും? 14 രാജ്യങ്ങളിൽ നിന്നും 43 കായിക ഇനങ്ങളിൽ പങ്കെടുത്തു. ഇത് ചിലതിൽ 240 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് NCERT 11ാം ക്ലാസ്സിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പുസ്തകത്തിൽ കൃത്യമായിട്ടും 241 athletes from 14 countries competed in 43 events എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതാണ് പുസ്തകം? 11ാം ക്ലാസ്സിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പുസ്തകം. അതിൽ അവർ ഒളിമ്പിക്സിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ അവർക്ക് പഠിക്കാനുണ്ട്. അതിൽ കൃത്യമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. 241 athletes from 14 countries competed in 43 events. The city that hosted the first modern Olympics, ഏതൻസ്. ഗ്രീസിലെ ഏതൻസിലാണ് ആദ്യത്തെ മോഡേൺ ഒളിമ്പിക്സ് നടന്നത്. The city that hosted the first modern Olympics was ഏതൻസ്. ഗ്രീസിലെ ഏതൻസിലാണ് ആധുനിക ഒളിമ്പിക്സിന്റെ ആദ്യത്തെ വേദി. സ്റ്റേഡിയം ഏതായിരുന്നു? പാനാത്തനിക് സ്റ്റേഡിയം. ഏതായിരുന്നു? പാനാത്തനിക് സ്റ്റേഡിയം. 1896 Olympics were held Panathenaic Stadium, Athens, Greece. അപ്പോൾ ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക്സിന്റെ വിന്നർ ആയത് USA ആണ്. ഏത് രാജ്യമാണ്? USA ആണ് ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക്സിന്റെ വിന്നർ ആയ രാജ്യം. ഏത് രാജ്യമാണ്? USA. The first medalist in the modern Olympics. ആദ്യത്തെ മെഡലിസ്റ്റ് ആയത് ജെയിംസ് ബ്രണ്ടൻ കനോലി. ആരാണ്?
ജെയിംസ് ബ്രണ്ടൻ കനോലിയാണ് ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക്സിന്റെ ആദ്യത്തെ മെഡലിസ്റ്റ്. ആരാണ്? ജെയിംസ് ബ്രണ്ടൻ കനോലി, USA. അപ്പോൾ 1896 ഏപ്രിൽ 6 മുതൽ ഏപ്രിൽ 15 വരെ എവിടെയാണ്? ഗ്രീസിലെ ഏതൻസിൽ പനാത്തനയിക് സ്റ്റേഡിയത്തിലാണ് നമ്മുടെ ആധുനിക ഒളിമ്പിക്സ് നടന്നത്. USA ആണ് വിജയിച്ചത്. ഫസ്റ്റ് മെഡലിസ്റ്റ് ആരാണ്? ജെയിംസ് ബ്രണ്ടൻ കനോലി ആണ്. അമേരിക്കയുടെ തന്നെ ജെയിംസ് ബ്രണ്ടൻ കനോലി. The 90,000 Olympic Games are of great significance as this was the first one when 22 women competing in selected sports. അതായത് 1900-ലെ ഒളിമ്പിക്സ് വളരെ പ്രത്യേകതയുള്ള ഒരു ഒളിമ്പിക്സ് ആയിരുന്നു. 1900-ലെ ഒളിമ്പിക്സ് എന്തായിരുന്നു പ്രത്യേകത? വനിതകൾ പങ്കെടുത്ത ആദ്യത്തെ ഒളിമ്പിക്സ് ആണ് 1900-ലെ ഒളിമ്പിക്സ്. 1900-ലെ പാരീസ് ഒളിമ്പിക്സിലാണ് വനിതകൾ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. 22 വനിതകളാണ് പങ്കെടുത്തത്. അങ്ങനെ എല്ലാ ഇനത്തിലൊന്നും അവർക്ക് പങ്കെടുക്കാനായിട്ടില്ല. ചില സെലക്ടഡ് സ്പോർട്സിൽ മാത്രം ചില തിരഞ്ഞെടുത്ത സ്പോർട്സിൽ മാത്രം വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 1900-ലെ പാരീസ് ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി വനിതകൾ ഒളിമ്പിക്സിൽ പങ്കെടുത്തു. 22 വനിതകളാണ് പങ്കെടുത്തത്. അങ്ങനെയെങ്കിൽ ദ ഫസ്റ്റ് ഫീമെയിൽ അത്ലറ്റ് ടു വിൻ എ ഗോൾഡ് മെഡൽ ഇൻ ആൻ ഇൻഡിവിജ്വൽ ഇവന്റ് ഇൻ ദ മോഡേൺ ഒളിമ്പിക്സ്. ആധുനിക ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ, ഒരു വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ വനിത ആരാണ്? കാർലോട്ടെ കൂപ്പർ. 1990 ടെന്നീസ്. കാർലോട്ടെ കൂപ്പർ ആണ്. 1990 ടെന്നീസിലാണ് ആദ്യമായിട്ട് ഒരു വ്യക്തിഗത മെഡൽ ഒരു വനിതയ്ക്ക് ലഭിക്കുന്നത്. ആർക്കാണ്? കാർലോട്ടെ കൂപ്പർ ആണ്. 1990 ടെന്നീസിനാണ് ഈ ഗോൾഡ് മെഡൽ ലഭിക്കുന്നത്. The first golden star of the modern Olympics. മോഡേൺ ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടുന്ന വ്യക്തിയാണ് കോൾ സുഹ്മാൻ. ആരാണ്? കോൾ സുഹ്മാൻ ആണ് ആദ്യമായി മോഡേൺ ഒളിമ്പിക്സിൽ ആദ്യമായി ഗോൾഡ് മെഡൽ നേടുന്നത്. അപ്പോൾ ഫസ്റ്റ് വനിത എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ ഐറ്റത്തിന് ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യത്തെ വനിതയാണ് കാർലോട്ടെ കൂപ്പർ. ടെന്നീസിനാണ്. അതുപോലെ ഫസ്റ്റ് ഗോൾഡൻ മെഡലിസ്റ്റ് ആരാണ്? കോൾ സുഹ്മാൻ ആണ് ഫസ്റ്റ് ഗോൾഡൻ മെഡലിസ്റ്റ്. ഇത് എന്താണ്? മോഡേൺ ഒളിമ്പിക്സിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ ഏൻഷ്യന്റ് ഒളിമ്പിക്സിന്റെ ടൈമിൽ ഇതേപോലെ ഗോൾഡ്, സിൽവർ, ബ്രോൺസ് ഇങ്ങനെ ഒരു മെഡൽ ദാനമൊന്നും ഇല്ലായിരുന്നു. അവരെന്ത് ചെയ്യുന്നു? കുറച്ച് ഗെയിംസ് ഇങ്ങനെ നടത്തുന്നു എന്നൊരു രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഓരോ ഫസ്റ്റ് വിന്നറിന് ഗോൾഡ് മെഡൽ, സെക്കൻഡ് വിന്നർ സിൽവർ മെഡൽ, തേർഡ് വിന്നർ ബ്രോൺസ്, അങ്ങനെ ഒരു പ്രക്രിയ ഇല്ലായിരുന്നു. അത് വരും കാലങ്ങളിലാണ് വന്നത്. അത് എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ നമുക്ക് പഠിക്കാം. The first Winter Olympics was held in 1924 in Chamonix, France. അപ്പോൾ ഫ്രാൻസിലെ കമോണിക്സിലാണ് ആദ്യത്തെ വിന്റർ ഒളിമ്പിക്സ് നടന്നത്. നമ്മളിങ്ങനെ ആധുനിക ഒളിമ്പിക്സ് എന്നും പ്രാചീന ഒളിമ്പിക്സ് എന്നും ഒക്കെ പറയുന്നത് എന്തിനെയാണ്? നമ്മുടെ സമ്മർ ഒളിമ്പിക്സിനെയാണ് നമ്മൾ സാധാരണ ഒളിമ്പിക്സ് എന്ന് എടുത്ത് പറയുന്നത്. മറ്റത് എന്തെന്ന് തന്നെ പറയും? വിന്റർ ഒളിമ്പിക്സ് എന്ന് തന്നെ പറയും. അപ്പോൾ ഫസ്റ്റ് വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത് 1924-ലാണ്. ബിഫോർ 1992 വിന്റർ ആൻഡ് സമ്മർ ഒളിമ്പിക്സ് വെയർ കണ്ടക്ടഡ് ഇൻ ദ സെയിം ഇയർ. ഇത് ഇവിടെ നോക്കുക, 1924 എന്നത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ 1992 വരെ അതായത് 1924 ലീപ്പ് ഇയർ അല്ലേ? നമ്മൾ പഠിച്ച എന്താണ്? ഒളിമ്പിക്സ് നടക്കുന്നത് ലീപ്പ് ഇയറിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1992 വരെ വിന്റർ ഒളിമ്പിക്സും സമ്മർ ഒളിമ്പിക്സും ഒരേ വർഷമാണ് നടന്നിരുന്നത്. എന്താണ്? വിന്റർ ഒളിമ്പിക്സും സമ്മർ ഒളിമ്പിക്സും 1992 വരെ ഒരേ വർഷമാണ് നടന്നത്. എന്നാൽ 1992 മുമ്പ് വരെ. ബട്ട് ആഫ്റ്റർ 1992 ശേഷം IOC ചേഞ്ച് ദ ഷെഡ്യൂൾ ഓഫ് ദി ഒളിമ്പിക് ഗെയിംസ്. IOC എന്ത് ചെയ്തു? ഒളിമ്പിക് ഗെയിംസിന്റെ ഷെഡ്യൂൾ ഒന്നങ്ങ് മാറ്റി. എങ്ങനെയാണ്? ഇപ്പൊ നമുക്കറിയാം, സമ്മർ ഒളിമ്പിക്സ് കഴിഞ്ഞ് കൃത്യം 2 വർഷം കഴിഞ്ഞാണ് വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത്. നൗ വൈൽ സമ്മർ ഒളിമ്പിക്സ് ടേക്ക് പ്ലേസ് എവരി ലീപ്പ് ഇയർ, വിന്റർ ഒളിമ്പിക്സ് ടേക്ക് പ്ലേസ് 2 years ആഫ്റ്റർ ഈവൻ ഇയേഴ്സ്. അപ്പൊ എന്ത് ചെയ്യുന്നു? സമ്മർ ഒളിമ്പിക്സ് എല്ലാ ലീപ്പ് ഇയേഴ്സിലും നടക്കുന്നു. വിന്റർ ഒളിമ്പിക്സ് എന്ത് ചെയ്യുന്നു? 2 വർഷം കഴിഞ്ഞ് നടക്കുന്നു. അതായത് 2024 സമ്മർ ഒളിമ്പിക്സ് കഴിഞ്ഞു, 2026 വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നു. ഇങ്ങനെയുള്ള രീതി 1996 ശേഷമാണ് വന്നു തുടങ്ങിയത്.
അപ്പൊ ആദ്യത്തെ വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത് 1924 ഫ്രാൻസിലാണ്. 1992 മുമ്പ് വരെ 2 ഒളിമ്പിക്സ് വിന്ററും സമ്മറും ഒരേ വർഷം, ഒരുമിച്ചല്ല ഒരേ വർഷമാണ് നടന്നിരുന്നത്. 1992 ശേഷം എന്ത് ചെയ്തു, അത് മാറ്റി. സമ്മർ ഒളിമ്പിക്സ് എപ്പോൾ നടക്കുന്നു, ലീപ്പ് ഇയറിലും 2 വർഷം കഴിഞ്ഞിട്ട് വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നു. വെൻ മോഡേൺ ഒളിമ്പിക് ഗെയിംസ് ബിഗൻ ഇൻ 1896, the winners were given a silver medal and an olive branch. അപ്പോൾ 1896 നമ്മുടെ മോഡേൺ ഒളിമ്പിക്സ് ആരംഭിച്ചു. അപ്പൊ തുടങ്ങിയ സമയത്ത് നൽകിയിരുന്നത് അതിന്റെ വിജയികൾക്ക് ഒരു സിൽവർ മെഡൽ, ഒരു വെള്ളി മെഡലും പിന്നെന്താണ്, ഒരു ഒലിവ് ബ്രാഞ്ചുമാണ് സമ്മാനമായി നൽകിയിരുന്നത്. ഇന്നത്തെ പോലെ ഗോൾഡ് ഒന്നും ഇല്ല. എന്ത് കൊടുക്കുന്നു, ഒരു സിൽവർ മെഡലും കൊടുക്കുന്നു, ഒരു ഒലിവ് ബ്രാഞ്ചും കൊടുക്കുന്നു. എന്നിട്ട് റണ്ണേഴ്സ് അപ്പിന് എന്ത് കൊടുക്കും, അവർക്കൊരു ലൂറൽ ബ്രാഞ്ച് ആൻഡ് എ കോപ്പർ ഓർ ബ്രോൺസ് മെഡൽ. അവർക്കൊരു ലൂറൽ ബ്രാഞ്ചും കൊടുക്കും, പിന്നെ എന്ത് കൊടുക്കും, ഒരു കോപ്പർ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു ബ്രോൺസ് മെഡൽ, ഒരു ചെമ്പ് അല്ലെങ്കിൽ വെങ്കലം കൊണ്ടുണ്ടാക്കിയ ഒരു മെഡലും കൊടുക്കുന്നു. എന്നാൽ in 90,000 most winners received cups or trophies instead of medals. 1900 ആയപ്പോഴേക്കും ഭൂരിപക്ഷം വിജയികൾക്കും എന്ത് ലഭിച്ചു തുടങ്ങി, കപ്പുകൾ ലഭിച്ചു തുടങ്ങി അല്ലെങ്കിൽ ട്രോഫികൾ ലഭിച്ചു തുടങ്ങി. എന്തിന്റെ സ്ഥാനത്ത്, മെഡലിന്റെ സ്ഥാനത്ത്. മെഡൽസ് കഴുത്തിക്കുടയിൽ ഇടുന്നു. അപ്പൊ മെഡൽസിന് പകരമായിട്ട് ട്രോഫികളൊക്കെ 1900 കൊടുത്തു തുടങ്ങി. The custom of the sequence of gold, silver and bronze. അപ്പൊ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗോൾഡ്, സിൽവർ, ബ്രോൺസ് എന്ന രീതിയിൽ ഒരു കസ്റ്റം വന്നത് എപ്പോഴാണ്, 1904 സമ്മർ ഒളിമ്പിക്സ് മുതലാണ്. ഇൻ 1904 സമ്മർ ഒളിമ്പിക്സ് ഇൻ സെന്റ് ലൂയിസ്, മിസോറി ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അമേരിക്കയിൽ വെച്ച് നടന്ന, അമേരിക്കയിലെ സെന്റ് ലൂയിസിൽ വെച്ച് നടന്ന 1904 സമ്മർ ഒളിമ്പിക്സ് മുതൽക്കാണ് ഒരു ഗോൾഡ്, സിൽവർ ആൻഡ് ബ്രോൺസ് ആർക്കൊക്കെ കൊടുക്കുന്നത്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്ലേസുകൾക്ക് ഒളിമ്പിക്സിൽ നൽകി തുടങ്ങിയത്. അപ്പോൾ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡലും വെള്ളി മെഡലും വെങ്കല മെഡലും നൽകി തുടങ്ങിയത് 1904 സമ്മർ ഒളിമ്പിക്സിലാണ്. ഇത് അമേരിക്കയിൽ വെച്ചാണ് നടന്നത്. അപ്പൊ നമ്മൾ ആധുനിക ഒളിമ്പിക്സിനെ പറ്റിയും പ്രാചീന ഒളിമ്പിക്സിനെയൊക്കെ പറ്റി ഒരു ഏകദേശം ഒരു രേഖാചിത്രം നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഒളിമ്പിക്സ് ഫ്ലാഗിനെ പറ്റി പഠിക്കാം. ഒളിമ്പിക്സ് ഫ്ലാഗ്. ദ പേഴ്സൺ ഹു ഡിസൈൻ ദ ഒളിമ്പിക്സ് ഫ്ലാഗ് ബാരൺ പിയറി ഡി കുബർട്ടിൻ. അപ്പൊ ആരാണ് പിയറി ഡി കുബർട്ടിൻ? നമ്മളിപ്പോ പഠിച്ചു, എന്തെന്നാ പഠിച്ചത്, ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് അല്ലെ. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പിയറി ഡി കുബർട്ടിൻ ആണ് എന്ത് നിർമ്മിച്ചത്, എന്ത് രൂപകൽപ്പന ചെയ്തത്, ഒളിമ്പിക്സിന്റെ ഫ്ലാഗ്. എത്ര വളയങ്ങളുണ്ട് നിങ്ങൾ നോക്കിയേ, ചോദ്യം ഉണ്ടായിരുന്നല്ലോ, എത്ര വളയങ്ങളാണുള്ളത്, 5 വളയങ്ങൾ. 5 വളയങ്ങളുള്ള ഒളിമ്പിക്സ് ഫ്ലാഗ് രൂപകൽപ്പന ചെയ്തത് ആരാണ്, പിയറി ഡി കുബർട്ടിൻ ആണ്. ദ കളർ ഇൻ ദ സെന്റർ ഓഫ് ദി ഒളിമ്പിക്സ് ഫ്ലാഗ്. ഏത് കളറാണ് ഒളിമ്പിക്സ് ഫ്ലാഗിന്റെ സെന്ററിലുള്ളത്, ഏതാണ്, ബ്ലാക്ക് ആണ് അല്ലേ. ഇത് നമുക്ക് കാണാം, ബ്ലാക്ക് ആണ്. ദ കളർ ഇൻ ദ സെന്റർ ഓഫ് ദി ഒളിമ്പിക്സ് ഫ്ലാഗ് ഈസ് ബ്ലാക്ക്. ഈ 5 വളയങ്ങൾ, ഈ 5 നിറത്തിലുള്ള 5 വളയങ്ങൾ, ഒളിമ്പിക്സ് വളയങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, എന്തിനെയാണ്, 5 വൻകരകളെയാണ് അല്ലേ. നമ്മുടെ 5 വൻകരകളെയാണ് ഈ 5 വളയങ്ങളും സൂചിപ്പിക്കുന്നത്. ദ കളേഴ്സ് ഇൻ ദ റിംഗ്സ് സിംബലൈസ്, ഒന്ന് ബ്ലൂ. ബ്ലൂ ഏത് വൻകരയാണ്, യൂറോപ്പ്, ബ്ലൂ യൂറോപ്പ്. യെല്ലോ ഏഷ്യ, ബ്ലാക്ക് ആഫ്രിക്ക, ഗ്രീൻ ഓസ്ട്രേലിയ ആൻഡ് ലാസ്റ്റ് റെഡ് അമേരിക്ക. ഇങ്ങനെ നമ്മുടെ 5 വൻകരകളെ, നമ്മളെ 5 വൻകരകളെ, നമുക്ക് ജനവാസമുള്ള 5 വൻകര, മറ്റേത് എന്താണ്, ആർട്ടിക്കും അന്റാർട്ടിക്കും ആണ്, അവിടെ ഒന്നും നമുക്ക് ആളില്ല. അപ്പോൾ നമുക്ക് ജനവാസമുള്ള നമ്മുടെ 5 വൻകരകളെയാണ് ഈ 5 വളയങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിൽ നീല വളയം യൂറോപ്പ്, മഞ്ഞ വളയം ഏഷ്യ, കറുത്ത വളയം ആഫ്രിക്ക, പച്ച ഓസ്ട്രേലിയ ആൻഡ് ലാസ്റ്റ് റെഡ് ഫോർ അമേരിക്ക. ഇങ്ങനെ ഓരോ നിറവും ഓരോ വൻകരകളെ സൂചിപ്പിക്കുന്നു. ഇത് നമ്മളെ 11ാം ക്ലാസ്സിലെ പാഠഭാഗം അതുപോലെ എടുത്തിട്ടുള്ളതാണ്. ഇതിൽ ഒളിമ്പിക് ആന്തത്തെ പറ്റി പറയുന്നുണ്ട്. ദ ഒളിമ്പിക് ആന്തം. ദ ഒളിമ്പിക് ഹൈമൻ അല്ലെങ്കിൽ ആന്തം അല്ലെങ്കിൽ ദ ഒളിമ്പിക് ഹൈമൻ, ഓൾസോ നോൺ ആസ് ദ ഒളിമ്പിക് ആന്തം, ഈസ് എ മ്യൂസിക്കൽ വർക്ക് കമ്പോസ്ഡ് ബൈ സ്പൈറോ സമാറ. ആരാണ്, സ്പൈറോ സമാറ. സ്പൈറോ സമാറയാണ് ഇത് കമ്പോസ് ചെയ്തത്. ആൻഡ് ഈസ്
played when Olympic flag is raised in the opening of Olympic Games. Olympic Gamesൽ നമ്മുടെ ഈ പറഞ്ഞ ഒളിമ്പിക്സ് ഫ്ലാഗ് ഉയർത്തുമ്പോഴാണ് ഈ ഒളിമ്പിക് ആന്തം പാടുന്നത്. അപ്പോൾ ആരാണ് ഈ ഒളിമ്പിക് ആന്തം കമ്പോസ് ചെയ്തത്? ആരാണ്? സ്പൈറോ സമാറ. അപ്പൊ ഇതിനെ ഒളിമ്പിക് ഹൈമൻ അല്ലെങ്കിൽ ഒളിമ്പിക് ആന്തം എന്നാണ് പറയുന്നത്. ഇതാണ് ഒളിമ്പിക് ആന്തം. ദ ഒളിമ്പിക് ആന്തം എന്താണ്? ഇമ്മോർട്ടൽ സ്പിരിറ്റ് ഓഫ് ആന്റിക്വിറ്റി, Father of the true, beautiful and good, decent, appear shed over us thy light. അപ്പൊ ഇങ്ങനെ തുടങ്ങുന്നതാണ് ഒളിമ്പിക് ആന്തം. ഇത് കമ്പോസ് ചെയ്തത് ആരാണ്? സ്പൈറോ സമാറയാണ് ഇതിന്റെ മ്യൂസിക് കമ്പോസ് ചെയ്തത്. അപ്പോൾ ഒളിമ്പിക് ആന്തം അല്ലെങ്കിൽ ഒളിമ്പിക് ഹൈമൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എപ്പോഴാണ് ഒളിമ്പിക് ആന്തം ആലപിക്കുന്നത്? എപ്പോഴാണ്? ഒളിമ്പിക്സ് ഫ്ലാഗ് ഉയർത്തുമ്പോൾ, ഒളിമ്പിക്സിന്റെ ആരംഭ ദിവസം ഒളിമ്പിക്സ് ഫ്ലാഗ് ഉയർത്തുമ്പോഴാണ് ഒളിമ്പിക് ആന്തം ചൊല്ലുന്നത്. അപ്പൊ നമ്മൾ ഒളിമ്പിക് ആന്തം നോക്കി, ഒളിമ്പിക് ഫ്ലാഗിനെ പറ്റി പറഞ്ഞു. ഇനി ഒളിമ്പിക് സ്ലോഗൻ എന്താണ്? ഒളിമ്പിക് സ്ലോഗൻ എന്ന് നോക്കാം. ദ ഒളിമ്പിക് മോട്ടോ എന്താണ്? സിറ്റിയസ് ഓൾട്ടിയസ് ഫോർട്ടിയസ്. ഇത് ആദ്യത്തേതാണ്, വിച്ച് ഈസ് ലാറ്റിൻ ഫോർ ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ. സിറ്റിയസ് ഓൾട്ടിയസ് ഫോർട്ടിയസ്. സിറ്റിയസ് ഫാസ്റ്റർ, ഓൾട്ടിയസ് ഹയർ, ഫോർട്ടിയസ് സ്ട്രോങ്ങർ എന്നറിയപ്പെടുന്നു. ഇതായിരുന്നു എന്തെന്ന് പറയുന്നത്? ഒളിമ്പിക്സിന്റെ സ്ലോഗൻ. ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ, വേഗത്തിൽ ഉയരത്തിൽ ശക്തിയോടെ. ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ എന്നതായിരുന്നു ഒളിമ്പിക് സ്ലോഗൻ. എന്നാൽ അതെന്ത് ചെയ്തു? ഈ സ്ലോഗൻ കൊണ്ടുവന്നത് പിയറി ഡി കുബർട്ടിനാണ്. വെൻ ഹി ഫൗണ്ടഡ് ദ മോഡേൺ ഒളിമ്പിക് ഗെയിം ആരംഭിച്ചപ്പോൾ നമ്മുടെ പിയറി ഡി കുബർട്ടിനാണ് ഈ ഒരു സ്ലോഗൻ കൊണ്ടുവരുന്നത്. ഇറ്റ് വാസ് അഡോപ്റ്റഡ് ബൈ പിയറി ഡി കുബർട്ടിൻ വെൻ ദ മോഡേൺ ഒളിമ്പിക് ഗെയിംസ്. അപ്പോൾ മോഡേൺ ഒളിമ്പിക് ഗെയിം നിലവിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ പിയറി ഡി കുബർട്ടിൻ, ഒളിമ്പിക് ഫ്ലാഗ് നിർമ്മിച്ച അദ്ദേഹം തന്നെയാണ് എന്ത് ചെയ്തത്? ഒളിമ്പിക് മോട്ടോയും കൊണ്ടുവരുന്നത്. ഫാസ്റ്റർ, ലോങ്ങർ, സ്ട്രോങ്ങർ. എന്നാൽ 2021 നമ്മുടെ IOC അതായത് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി ഒന്നും കൂടെ ആഡ് ചെയ്തു. എന്താണ്? കമ്മ്യൂണിറ്റർ. എന്താണ്? കമ്മ്യൂണിറ്റർ. ഇതെല്ലാം ലാറ്റിൻ വേർഡ് ആണ്. ഈ സിറ്റിയസ്, ഓൾട്ടിയസ്, ഫോർട്ടിയസ് എന്നൊക്കെ പറയുന്നത്, പിന്നെ കൂടാതെ ഈ കമ്മ്യൂണിറ്റർ എന്നൊക്കെ പറയുന്നത് ലാറ്റിൻ വേർഡ്സ് ആണ്. ഈ കമ്മ്യൂണിറ്റർ എന്ന വാക്കിന്റെ അർത്ഥം ടുഗദർ എന്നാണ്. എന്താണ്? ടുഗദർ. അപ്പോ ഒളിമ്പിക്സ് മോട്ടോ 2021 ടുഗദർ എന്ന വാക്ക് കൂടി ചേർത്തുകൊണ്ട് സിറ്റിയസ് ഓൾട്ടിയസ് ഫ്യൂരിയസ് കമ്മ്യൂണിറ്റർ അല്ലെങ്കിൽ ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ ടുഗദർ. എന്താണ്? ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ ടുഗദർ എന്നാക്കി മാറ്റി. വേഗത്തിൽ ഉയരത്തിൽ ശക്തിയിൽ ഒരുമിച്ച്. ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ ടുഗദർ എന്നാണ് ഒളിമ്പിക് സ്ലോഗൻ അല്ലെങ്കിൽ ഒളിമ്പിക് മോട്ടോയും ഇത് തന്നെയാണ്. ദിസ് അഡിഷൻ, ഇങ്ങനെ ഒരു ടുഗദർ കൂടി ആഡ് ചെയ്തത് എന്തിനെ സൂചിപ്പിക്കുന്നു? എംഫസൈസ് ദ യൂണിഫൈങ് പവർ ഓഫ് സ്പോർട്സ് വഴിയുള്ള ആ ഒരു ഒത്തൊരുമ. ദ യൂണിഫൈങ് പവർ ഓഫ് സ്പോർട്സ്. ഒരു സ്പോർട്സിന് എന്ത് ചെയ്യാൻ കഴിയും? ലോകത്തെ മുഴുവൻ ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ കഴിയും. ദ യൂണിഫൈങ് പവർ ഓഫ് സ്പോർട്സ് ആണ് ഈ ടുഗദർ എന്നൊരു വാക്ക് കൂടി ആഡ് ചെയ്തതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒളിമ്പിക് ഫ്ലെയിം അല്ലെങ്കിൽ നമ്മുടെ ഒളിമ്പിക് ടോർച്ച്. The Olympic flame was first lit in 1928 at Amsterdam, Netherlands Olympic Games. അപ്പോൾ 1928 ആംസ്റ്റർഡാം, നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ നടന്ന ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് നമ്മുടെ ഒളിമ്പിക് ഫ്ലെയിം കത്തിയത്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂറ്റി സിംബൽ ഓഫ് ആൻഷ്യന്റ് ആൻഡ് മോഡേൺ ഒളിമ്പിക് ഗെയിംസ്. ഇതൊരു സിംബലാണ് എന്തിന്റെയൊക്കെ? ആൻഷ്യന്റ് ഒളിമ്പിക്സിന്റെയും മോഡേൺ ഒളിമ്പിക്സിന്റെയും കണ്ടിന്യൂറ്റിയെ സിംബലൈസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ ഒളിമ്പിക് ഫ്ലെയിം എന്ന് പറയുന്നത്. The Olympic flame is lit in front of the ruins of the Temple of Hera in Olympia by focusing the rays of the sun using a parabolic mirror to ignite a flame. അപ്പോൾ എങ്ങനെയാണ് ഈ ഒളിമ്പിക് ദീപം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒളിമ്പിക് ഫ്ലെയിം കത്തിക്കുന്നത്? ഒളിമ്പിയയിലെ ഹീര ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മുന്നിൽ ഒരു പരാബോളിക് മിറർ വെച്ചിട്ട് നമ്മുടെ സൺലൈസിനെ ഫോക്കസ് ചെയ്ത്, നമ്മൾ പണ്ടിങ്ങനെ നമ്മൾ ലെൻസ് വെച്ചിട്ട്
വെച്ചിട്ട് സൂര്യപ്രകാശ ലെൻസിലൂടെ കടത്തിവിട്ട് പേപ്പർ കത്തിക്കാൻ നോക്കിയിട്ടുള്ള ഒരു കുട്ടിക്കാലം നമുക്ക് എല്ലാവർക്കും ഇല്ലായിരുന്നോ? അപ്പോൾ അത്തരം ഒരു കുട്ടിക്കാലമാണ് നമ്മൾ ഇവിടെയും ഓർക്കേണ്ടത്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ഹീര ക്ഷേത്രം, നമ്മുടെ ഒളിമ്പിയയിലെ ഹീര ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ, തകർന്നുപോയ ആ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളുള്ള അവിടെ എന്ത് ചെയ്യുന്നു, ഒരു വലിയ പാരാബോളിക് മിറർ വെച്ചിട്ടുണ്ട്. ഈ മിറർ വെച്ചിട്ട് നമ്മുടെ സൺലൈറ്റിനെ ഫോക്കസ് ചെയ്യും. സൺലൈറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഒളിമ്പിക് ഫ്ലെയിം കത്തിക്കുന്നത്. അല്ലാതെ ആരും ചെന്നത് തീപ്പെട്ടി വെച്ചോ അല്ലെങ്കിൽ മെഴുകുതിരി വെച്ചോ ഒന്നും കത്തിക്കുന്നതല്ല. ഇതുവഴി എന്താണ്, സൺലൈറ്റ് ഫോക്കസ് ചെയ്താണ് നമ്മുടെ ഈ ഒളിമ്പിക് ഫ്ലെയിം എന്ത് ചെയ്യുന്നത്, കത്തിക്കുന്നത്. A long relay of runners carries the torches to the site of the games where the final torch is used to light a cauldron. അപ്പൊ ഇതെന്ത് ചെയ്യും, ഇതൊരു റിലേ പോലെ, ഇത് ഒരിടത്തുനിന്ന് കത്തിക്കഴിഞ്ഞ ഈ ദീപശിഖ എന്ത് ചെയ്യും, പിടിച്ചുകൊണ്ട് ഓടുകയാണ്. ഓടി അടുത്ത ആൾക്ക്, ഇതിങ്ങനെ അതേ ദീപശിഖ തന്നെ അടുത്ത ആൾക്ക് കൈമാറുകയല്ല ചെയ്യുന്നത്. ഇതിങ്ങനെ സിംബോളിക്കലി നമുക്കറിയാം ഇത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്ന് നമുക്കറിയാം അല്ലെ. ഇതിങ്ങനെ ഒരു ദീപശിഖയും പിടിച്ചുകൊണ്ട് അടുത്ത ആൾ കൊടുത്ത് ഇങ്ങനെ കൊടുത്ത് ഒളിമ്പിക്സ് നടക്കുന്ന അവിടം വരെ എത്തിക്കുക എന്നുള്ളത് അത്രയും പ്രാവർത്തികമല്ല. അവരെന്ത് ചെയ്യുന്നു, വേറെ ദീപശിഖകൾ തന്നെയാണ് ഓരോ റണ്ണേഴ്സും എന്ത് ചെയ്യുന്നു, പിടിച്ചുകൊണ്ട് ഓടുന്നു. ഇത്തരത്തിലാണ് നമ്മുടെ ഈ ഒരു ഒളിമ്പിക് ടോർച്ചസ് അല്ലെങ്കിൽ ഈ ഒളിമ്പിക് ഫ്ലെയിമിന്റെ കത്തിക്കൽ രീതി ഒന്ന് നടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഓരോ റണ്ണേഴ്സും ഈ ഒരു ശിഖയും പിടിച്ച് ഓടുന്നു. ഓടി അവസാനം എവിടെയാണോ നമ്മുടെ ഒളിമ്പിക്സ് ഗെയിം നടക്കുന്നത് അവിടെ എത്തുന്നു. നമ്മൾ കാണുന്നതാണ് ഒളിമ്പിക്സ് ദീപം കൊളുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒളിമ്പിക്സ് ഗെയിം ആരംഭിക്കുമ്പോൾ നമ്മൾ വാർത്തയിലൊക്കെ കാണാറുള്ളതാണ്. അപ്പൊ അതിലെന്ത് ചെയ്യുന്നു, ആ ഒളിമ്പിക്സ് ദീപം കൊളുത്തി വെക്കുന്നു. എന്നിട്ട് ആ കളി അത്രയും അവസാനിക്കുന്നവരെ, ആ ഒരു ഒളിമ്പിക് സീസൺ അവസാനിക്കുന്നത് വരെയും അതെന്ത് ചെയ്യുന്നു, അങ്ങനെ തന്നെ കത്തി നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ ആദ്യമായിട്ട് ഒളിമ്പിക്സ് ഫ്ലെയിം കത്തിക്കാൻ ആരംഭിച്ചത് 1928 ഇത് നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിലാണ് ആ ഒളിമ്പിക്സ് നടന്നത്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അഥവാ നമ്മുടെ IOC. The International Olympic Committee was formed on 1894 June 23. അപ്പോൾ 1894 എന്ത് രൂപം കൊള്ളുന്നത്, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി രൂപം കൊള്ളുന്നത്. ആ 1894 ജൂൺ 23 ഓർമ്മയ്ക്കായിട്ടാണ് ജൂൺ 23 ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ ആയി ആചരിക്കുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലുസൈൻ ആണ്. സ്വിറ്റ്സർലാൻഡിലെ ലുസൈൻ ആണ് നമ്മുടെ IOCയുടെ ആസ്ഥാനം. ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ലുസൈൻ ആണ്. ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി വാസ് ഡിമിട്രിയസ് വിക്കേലാസ്. ആരാണ്? ഡിമിട്രിയസ് വിക്കേലാസ് ആണ് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ആരാണ്? ഡിമിട്രിയസ് വിക്കേലാസ്, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. സെക്കൻഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ പിയറെ ഡി കുബർട്ടിൻ ആണ്. തിരിഞ്ഞു പോകരുത്, ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് പിയറെ ഡി കുബർട്ടിനെ എടുക്കരുത്. അദ്ദേഹം സെക്കൻഡ് പ്രസിഡന്റ് ആണ്. കാരണം 1894-96 ഡിമിട്രിയസ് വിക്കേലാസ് പ്രസിഡന്റായി വരുന്നത്. 1896 നമ്മൾ മോഡേൺ ഒളിമ്പിക്സ് ആരംഭിച്ചു എന്ന് പറയുന്നത്, ആധുനിക ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് 896 അത് ആരംഭിച്ച വർഷം 896 മുതൽ 1925 വരെയാണ് പിയറെ ഡി കുബർട്ടിൻ. അദ്ദേഹമാണ് ഒളിമ്പിക്സ് സ്ലോഗൻ കൊണ്ടുവരുന്നു, ഒളിമ്പിക്സ് ഫ്ലാഗ് കൊണ്ടുവരുന്നു. ആരാണ്? പിയറെ ഡി കുബർട്ടിൻ IOCയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആണ്. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ NCERT-യിൽ എന്താണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയെ പറ്റി പറയുന്നതെന്ന് നോക്കാം. The International Olympic Committee was constituted by Pierre de Coubertin on 23rd June 1894 with Demetrius Vikelas as its first president. അപ്പോൾ നമ്മുടെ പിയറെ ഡി കുബർട്ടിനും കൂടി മുൻകൈ എടുത്താണ് എന്ത് രൂപം കൊള്ളുന്നത്, നമ്മുടെ IOC രൂപം കൊള്ളുന്നത്. ആരോടൊപ്പം? നമ്മുടെ ഡിമിട്രിയസ് വിക്കേലാസിനോടൊപ്പം. It is a non-governmental and non-profitable organization situated in Lucerne, Switzerland. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് എ നോൺ ഗവൺമെന്റൽ, ഒരു ഗവൺമെന്റിന്റെ കീഴിലല്ല. സ്വിറ്റ്സർലാൻഡിലെ ലുസൈൻ ആണ് ആസ്ഥാനം. എന്നിരുന്നാലും സ്വിറ്റ്സർലാൻഡ് ഗവൺമെന്റിന്റെ കീഴിലാണോ? അല്ല, ഒരു ഗവൺമെന്റിന്റെയും കീഴിലല്ല. ഇറ്റ് ഈസ് എ നോൺ ഗവൺമെന്റൽ ആൻഡ് നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ. ഒരു ലാഭമുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതോ ആയ ഒരു സംഘടന അല്ല എന്തെന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. നിങ്ങൾ ഓർക്കുക, നമ്മുടെ PSC പരീക്ഷകളിൽ ടെക്സ്റ്റ് ബുക്കുകളിലെ അതേ പോയിന്റ് എടുത്തിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു പക്ഷേ നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. എന്താണ്? IOC ഈസ് എ നോൺ ഗവൺമെന്റൽ ആൻഡ് നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ സിറ്റുവേറ്റഡ് ഇൻ ലുസൈൻ, സ്വിറ്റ്സർലാൻഡ്. ശരിയോ തെറ്റോ?
ശരിയാണ്. IOC നോൺ ഗവൺമെന്റൽ ആൻഡ് നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ തന്നെയാണ്. The object of the IOC is to fulfill the mission, role and responsibilities as assigned to it by the Olympic Charter. എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഒളിമ്പിക്സ് ചാർട്ടറിൽ പറഞ്ഞിട്ടുള്ള മിഷൻസും പിന്നെന്താണ് റെസ്പോൺസിബിലിറ്റീസും ഒക്കെ കറക്റ്റ് ആയിട്ട് അതിന് അസൈൻ ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ നടപ്പിലാക്കുക എന്നതാണ് നമ്മുടെ IOCയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് ആർ ദ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഓഫ് ദി IOC. IOCയുടെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഏതൊക്കെയാണ്? ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് ആർ ദ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഓഫ് IOC. ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. It is an official and supreme authority to spread Olympic movement worldwide through international sports federations, national Olympic committees, organizing committees for the Olympic Games, United Nations, etc. അപ്പൊ ഇത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? It is an official. ഇത് ഒഫീഷ്യൽ ആണ്. നോൺ ഗവൺമെന്റൽ എന്ന് പറഞ്ഞു, പക്ഷെ ഇത് ഒഫീഷ്യൽ ആണ്. ഇറ്റ് ഈസ് ആൻ ഒഫീഷ്യൽ ആൻഡ് സുപ്രീം അതോറിറ്റി. സുപ്രീം അതോറിറ്റി ഏറ്റവും ഉയർന്ന അതോറിറ്റിയാണ് ടു സ്പ്രെഡ് ഒളിമ്പിക് മൂവ്മെന്റ് വേൾഡ് വൈഡ്. നമ്മുടെ ഒളിമ്പിക് മൂവ്മെന്റ് വേൾഡ് വൈഡ് സ്പ്രെഡ് ചെയ്യുന്നതിനുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ളതും സുപ്രീം ആയിട്ടുള്ളതുമായ അതോറിറ്റിയാണ് IOC. എന്തിലൂടെയൊക്കെയാണ്? ത്രൂ ഇന്റർനാഷണൽ സ്പോർട്സ് ഫെഡറേഷൻസ്. നമുക്കറിയാം എന്താണ് ഒളിമ്പിക്സ് യോഗ്യത കൈവരിക്കണമെങ്കിൽ ചില ഗെയിംസ് ഒക്കെ വിജയിച്ചിരിക്കണം. ചില ഏഷ്യൻ ഗെയിംസോ അല്ലെങ്കിൽ എന്താണ് നാഷണൽ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, ഇങ്ങനെയുള്ള ചില ഇന്റർനാഷണൽ ഗെയിംസ് ഒക്കെ വിജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ? ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയൂ. അപ്പോൾ എന്താണ് ഇന്റർനാഷണൽ സ്പോർട്സ് ഫെഡറേഷൻസിലൂടെയും നാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റികളിലൂടെയും മറ്റു ഓർഗനൈസിംഗ് കമ്മിറ്റികളിലൂടെയും ഒക്കെ എന്ത് ചെയ്യുന്നു? ഒളിമ്പിക് മൂവ്മെന്റ് വേൾഡ് വൈഡ് ആയിട്ട് പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ ഒളിമ്പിക് മൂവ്മെന്റിനെ എല്ലായിടത്തും എത്തിക്കുക എന്നതാണ് IOCയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഒഫീഷ്യൽ ആൻഡ് സുപ്രീം അതോറിറ്റി ആണ് എന്നുകൂടെ ഓർക്കുക. ഒഫീഷ്യൽ അതോറിറ്റി ആണെന്ന് കൃത്യമായിട്ടും ഓർക്കുക. കൂടാതെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട എല്ലാ റൈറ്റ്സും ആർക്കാണ്? IOCക്കാണ്. എന്താണ് ഒളിമ്പിക് ഗെയിംസ്, പിന്നെന്താണ് അതിന്റെ ദ സിംബൽസ് ആൻഡ് അതർ എലമെന്റ്സ്. ഒളിമ്പിക് സിംബൽസ് ഏത് രാജ്യമാണോ ഹോസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് സിംബൽസ് ഒക്കെ മാറാറുണ്ട് അല്ലേ? അപ്പോൾ ഒളിമ്പിക് സിംബൽസുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ആരുടേതാണ്? IOCയുടേതാണ്. ചില ഗെയിംസ് ഉൾപ്പെടുത്തണോ അല്ലെങ്കിൽ ചിലതെടുത്ത് പുറത്തു കളയണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ IOC തന്നെയാണ്. United Nations General Assembly declared IOC as a permanent observer in 2009. 2009 യുഎൻഒയുടെ ജനറൽ അസംബ്ലി എന്ത് ചെയ്തു? നമ്മുടെ IOCയെ ഒരു പെർമനന്റ് ഒബ്സർവർ ആയി പ്രഖ്യാപിച്ചു. ഏത് വർഷം? 2009. United Nations General Assembly declared IOC as a permanent observer in 2009. The decision enables the IOC to be directly involved in the UN agenda and to attend UN General Assembly meeting where it can take the floor. അപ്പോൾ എന്താണ് ഈ ഒരു പെർമനന്റ് ഒബ്സർവർ, അതായത് ഒരു സ്ഥിര നിരീക്ഷകനായി 2009 മുതൽ IOCയെ UN ജനറൽ അസംബ്ലി ഡിക്ലെയർ ചെയ്യുകയും അതിലൂടെ എന്ത് ലഭിച്ചു? നമ്മുടെ IOCക്ക് ഡയറക്റ്റ് ആയിട്ട് UN അജണ്ടയിൽ ഇൻവോൾവ് ചെയ്യാനായി. It enables the IOC to be directly involved in the UN agenda and to attend UN General Assembly. UN General Assembly എവിടെ വെച്ച് നടന്നാലും അതിൽ അറ്റൻഡ് ചെയ്യാനും അതിൽ പങ്കെടുക്കാനും ആർക്ക് അനുവാദം ലഭിച്ചു? നമ്മുടെ IOCക്ക് അനുമതി ലഭിച്ചു അല്ലെങ്കിൽ അതിനുള്ള അവകാശം ലഭിച്ചു. എന്തുവഴി? 2009 ഒരു സ്ഥിരം നിരീക്ഷകനായിട്ട് IOCയെ നമ്മുടെ UN General Assembly പ്രഖ്യാപിക്കുക വഴി. In 1993, the General Assembly approved a resolution to further solidify IOC-UN cooperation by reviving the Olympic truce. ഒരു ഒളിമ്പിക് ഉടമ്പടി ഉണ്ടാകുന്നു. എന്താണ്? സമാധാനത്തിനും ലോക സമാധാനത്തിനും ഒക്കെ എന്താണ് IOC UN-മായി കോർപ്പറേറ്റ് ചെയ്യാം എന്ന രീതിയിൽ ഒരു ഉടമ്പടിയൊക്കെ 1993 ഉണ്ടാകുന്നു. ഈ സ്പോർട്സ് എന്തിനാണ്? ഒരു വിജയികളെ കണ്ടെത്തുന്നതിന് മാത്രമല്ല ലോക സമാധാനത്തിനും ലോക നന്മയ്ക്കും പിന്നെന്താണ് ലോക രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദങ്ങൾക്ക് കൂടി വേണ്ടിയാണ്. കറന്റ് പ്രസിഡന്റ് ഓഫ് IOC, നിലവിലെ IOC പ്രസിഡന്റ് ആരാണ്? ക്രിസ്റ്റി കോവൻട്രി. ആരാണ്? ക്രിസ്റ്റി കോവൻട്രി.
ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് IOC. IOCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് ക്രിസ്റ്റി കോവൻട്രി. സിംബാബ്വേക്കാരിയാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചില്ല, നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. IOCയുടെ നിലവിലെ പ്രസിഡന്റ് ആണ് ക്രിസ്റ്റി കോവൻട്രി. ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് IOC ആണ് ക്രിസ്റ്റി കോവൻട്രി. ഷീസ് ഫ്രം സിംബാബ്വെ. കൂടാതെ ആഫ്രിക്കയിൽ നിന്നുള്ള IOCയുടെ ആദ്യത്തെ പ്രസിഡന്റ് കൂടിയാണ് ആര്? ക്രിസ്റ്റി കോവൻട്രി. കൂടാതെ ക്രിസ്റ്റി കോവൻട്രിയെ പറ്റി ഒരു പോയിന്റ് കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. 2 തവണ സിംബാബ്വേക്ക് വേണ്ടി 2 തവണ നീന്തലിൽ സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തിയാണ് ക്രിസ്റ്റി കോവൻട്രി. എന്താണ്? 2 തവണ സിംബാബ്വെ രാജ്യത്തിന് വേണ്ടിയിട്ട് നീന്തലിൽ ഗോൾഡ് മെഡൽ വിൻ ചെയ്ത വ്യക്തിയാണ് ക്രിസ്റ്റി കോവൻട്രി. IOC പ്രസിഡന്റ് ആകുന്ന ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ വനിത അല്ലെങ്കിൽ ആദ്യ വ്യക്തിയാണ് ആര്? ക്രിസ്റ്റി കോവൻട്രി. IOC പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാണ്. ദ ഒളിമ്പിക് മ്യൂസിയം ഈസ് സിറ്റുവേറ്റഡ് ഇൻ ലുസൈൻ, സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ IOCയുടെ ആസ്ഥാനം എവിടെയാണ്? ലുസൈൻ ആണ്, സ്വിറ്റ്സർലാൻഡിലാണ്. അതുപോലെ ഒളിമ്പിക്സ് മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ലുസൈനിലാണ്. The Olympic Order, established in 1975, is the highest award of the Olympic movement. ഒളിമ്പിക് മൂവ്മെന്റിന്റെ ഹയസ്റ്റ് അവാർഡ് ആണ് എന്തെന്ന് പറയുന്നത്? ഒളിമ്പിക് ഓർഡർ എന്ന് പറയുന്നത്. ഇത് 1975 മുതലാണ് നൽകി തുടങ്ങിയത്. ഇത് നൽകുന്നത് IOC ആണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി നൽകുന്ന ഏറ്റവും ഉയർന്ന ഒരു മെഡലാണ് ഒളിമ്പിക് ഓർഡർ എന്ന് പറയുന്നത്. ഇത് ആദ്യമായി നൽകി തുടങ്ങിയത് 1975ലാണ്. ഇറ്റ് ഈസ് അവാർഡഡ് ഫോർ particularly distinguished contributions to the Olympic movement. അപ്പോൾ ഒളിമ്പിക് മൂവ്മെന്റിന് നൽകുന്ന സംഭാവനകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു അവാർഡ് നൽകുന്നത്. The first recipient of Olympic order was Sir Philip Noel Becker. ബ്രിട്ടീഷുകാരനായ സർ ഫിലിപ്പ് നോയൽ ബക്കർ ആണ് ആദ്യമായി ഒളിമ്പിക് ഓർഡർ ലഭിച്ച വ്യക്തി. ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ഒളിമ്പിക് ഓർഡർ അവാർഡ് ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. ഇന്ത്യയിലെ ആദ്യമായിട്ട് ഒളിമ്പിക് വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തിയാണ് അഭിനവ് ബിന്ദ്ര. അഭിനവ് ബിന്ദ്രയാണ് ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ഒളിമ്പിക് ഓർഡർ അവാർഡ്. ഒളിമ്പിക് ഓർഡർ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര. ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് ദ IOC's ഗോൾഡ് മെഡൽ ഓഫ് ഒളിമ്പിക് ഓർഡർ ഇന്ദിരാഗാന്ധി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒളിമ്പിക് ഓർഡർ അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര. 2024 ആണ്, 2014 അല്ല, 2024 ആണ്. അടുത്ത നമ്മൾ നോക്കിയത് എന്താണ്? IOC's ഗോൾഡ് മെഡൽ ഓഫ് ഒളിമ്പിക് ഓർഡർ. ഇത് നൽകുന്നത് ചില രാജ്യങ്ങളുടെയൊക്കെ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, അതല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ സെക്രട്ടറി, അങ്ങനെ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ മുഖ്യ സ്ഥാനത്ത് നിൽക്കുന്ന, ഒരു നേതൃസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിക്കാണ് ഇത് നൽകുന്നത്. എന്താണ്? IOC's ഗോൾഡ് മെഡൽ ഓഫ് ഒളിമ്പിക് ഓർഡർ. ഇത് ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ആരാണ്? നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. 1983ലാണ്. ഏത് വർഷമാണ്? 1983. തിരിഞ്ഞു പോകരുത്. ഇത് ഒളിമ്പിക് ഓർഡർ അവാർഡാണ്. ഒളിമ്പിക് ഓർഡർ അവാർഡ് ആദ്യം ലഭിക്കുന്നത് അഭിനവ് ബിന്ദ്രയ്ക്കാണ് 2024. IOC's ഗോൾഡ് മെഡൽ ഓഫ് ഒളിമ്പിക് ഓർഡർ ലഭിച്ചത് ഇന്ദിരാഗാന്ധിക്കാണ് 1983. കൂടാതെ 2012 എൻ രാമചന്ദ്രനും എന്ത് ലഭിച്ചിട്ടുണ്ട്? ഒളിമ്പിക് ഓർഡർ. അതേതാണ്? IOC's ഗോൾഡ് മെഡൽ ഓഫ് ഒളിമ്പിക് ഓർഡർ ആർക്ക് ലഭിച്ചിട്ടുണ്ട്? എൻ രാമചന്ദ്രനും ലഭിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇൻ ദ ഒളിമ്പിക്സിൽ ആദ്യം ആരൊക്കെ നമുക്ക് നോക്കാം. ചില റെക്കോർഡുകളൊക്കെയാണ് നമുക്ക് നോക്കാം. The Olympic anthem was first sung at the Athens Olympics 1896. The first Olympics where women participated. പാരീസ് ഒളിമ്പിക്സ് 90,000. അപ്പോൾ നമ്മളിത് പഠിച്ചതാണ്. 1900 പാരീസ് ഒളിമ്പിക്സിലാണ് ആദ്യമായി വനിതകൾ പങ്കെടുത്തത്. എത്രയായിരുന്നു? 22 വനിതകളായിരുന്നു. എല്ലാ കായിക ഇനത്തിലൊന്നും അവരെ പങ്കെടുപ്പിച്ചില്ല, ചില സെലക്ടഡ് ഐറ്റംസിൽ മാത്രമായിരുന്നു. The only Olympics where cricket was included as a competition. ക്രിക്കറ്റ് ഒരു കോമ്പറ്റീഷനായി അവതരിപ്പിച്ച ഒരേ ഒരു ഒളിമ്പിക്സ് എന്ന് പറയുന്നത് പാരീസ് ഒളിമ്പിക്സ് ആണ്. 1900 പാരീസ് ഒളിമ്പിക്സിലാണ്. ഇൻ ദ ഫൈനൽ ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് കോമ്പീറ്റഡ്. ബ്രിട്ടൻ വോൺ. അതിൽ എന്ത് ചെയ്യുന്നു? ബ്രിട്ടനും
ഫ്രാൻസും മത്സരിക്കുന്നു, ഫൈനലിൽ മത്സരിക്കുന്നു, ബ്രിട്ടൻ വിജയിക്കുന്നു. അപ്പൊ 1900 പാരീസ് ഒളിമ്പിക്സിലാണ് ക്രിക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ക്രിക്കറ്റ് ആദ്യമായിട്ട് ഒരു മത്സര ഇനമായി, ഓൺലി ഒളിമ്പിക്സ് എന്നല്ല, ക്രിക്കറ്റ് ആദ്യമായിട്ട് ഒരു മത്സര ഇനമായിട്ട് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ വർഷവും എന്നാണ് 1900-ലാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കുക. കാരണം 128 വർഷങ്ങൾക്ക് ശേഷം 2028 ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 128 വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രിക്കറ്റ് ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയത് 1900-ലാണ്. അതിൽ വിജയിയായിരുന്നത് ബ്രിട്ടൻ ആണ്. ഫ്രാൻസിനെയാണ് പരാജയപ്പെടുത്തിയത്. വെരി ഇമ്പോർട്ടന്റ് ആണ്. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർ VIP എന്ന് എഴുതിയിടാൻ പറയും. വെരി ഇമ്പോർട്ടന്റ്, VIP, വെരി ഇമ്പോർട്ടന്റ് പാർട്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കുക, 1900-ലാണ് ആദ്യമായിട്ട് ക്രിക്കറ്റ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയത്. ബ്രിട്ടനും ഫ്രാൻസും ഫൈനൽ കളിച്ചു. ഫ്രാൻസിനെ പരാജയപ്പെടുത്തി ബ്രിട്ടൻ വിജയിക്കുന്നു. ദ ഫസ്റ്റ് ഒളിമ്പിക്സ് വേർ ദ ഒളിമ്പിക്സ് ഫ്ലാഗ് വാസ് റൈസ്ഡ്. ആദ്യമായിട്ട് ഒളിമ്പിക്സ് ഫ്ലാഗ് ഉയർത്തിയ ഒളിമ്പിക്സ് 1924 ആന്റ്വെർപ്പ് ഒളിമ്പിക്സ് ആണ്. 1924 ആന്റ്വെർപ്പ് ഒളിമ്പിക്സ്. അപ്പൊ നമ്മുടെ ഒളിമ്പിക്സ് ഫ്ലാഗ് രൂപകൽപ്പന ചെയ്തതും പിയറി ഡി കൂബർട്ടൻ ആണെന്ന് പറഞ്ഞു. അദ്ദേഹം IOCയുടെ 2ാമത്തെ പ്രസിഡന്റ് ആണ്. കാലയളവ് നമ്മൾ പറഞ്ഞത് 1896 മുതൽ 1924 വരെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ 1924 ആന്റ്വെർപ്പ് ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് ഒളിമ്പിക്സ് ഫ്ലാഗ് ഉയർത്തിയത്. ഇതൊക്കെ നിങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിച്ചിരിക്കുക. വർഷങ്ങൾ നമുക്ക് തിരിഞ്ഞു പോകരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ 1924 ആന്റ്വെർപ്പ് ഒളിമ്പിക്സിലാണ് ഒളിമ്പിക്സ് ഫ്ലാഗ് ആദ്യമായി ഉയർത്തിയത്. ദ ഫസ്റ്റ് ഒളിമ്പിക്സ് വെയർ ദ ഒളിമ്പിക് ഫ്ലെയിം. ഒളിമ്പിക് ഫ്ലെയിം ആദ്യമായിട്ട് കത്തിച്ചത് ഏത് ഒളിമ്പിക്സിലാണ്? ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ്. ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ് എന്ത് ചെയ്തത്? ഒളിമ്പിക്സ് ഫ്ലെയിം ആദ്യമായിട്ട് കത്തിച്ചത്. The first Olympics where the Olympics motto was used. ഒളിമ്പിക്സ് മോട്ടോ യൂസ് ചെയ്തതും 1924 പാരീസ് ഒളിമ്പിക്സിൽ തന്നെയാണ്. ഈ പാരീസ് ഒളിമ്പിക്സും ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം 2024 ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? പാരീസിലാണ്. ഈ 1924 ശേഷം പാരീസ് ഒളിമ്പിക്സിന് വേദിയാകുന്നത് 2024-ലാണ്. അതായത് ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് പാരീസ് ഒളിമ്പിക്സിന് വേദിയാകുന്നത്. ദ ഫസ്റ്റ് ഒളിമ്പിക്സ് ടു ഹോൾഡ് ദ ടോർച്ച് റിലേ. ടോർച്ച് റിലേ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയത് ബെർലിൻ ഒളിമ്പിക്സിലാണ്. ദ ഫസ്റ്റ് ഒളിമ്പിക്സ് ടു ഹോൾഡ് ദ ടോർച്ച് റിലേ ബെർലിൻ ഒളിമ്പിക്സ്. ഏതാണ്? ബെർലിൻ ഒളിമ്പിക്സ്. The first Olympics torch relay in which India participated was at the Tokyo Olympics 1964. എന്താണ്? The first Olympics torch relay in which India participated was at the Tokyo Olympics 1964. 1964 ടോക്കിയോ ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായിട്ട് ടോർച്ച് റിലേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. The first Olympics to carry the Olympic flame under water. അണ്ടർ വാട്ടറിൽ, നമ്മുടെ വെള്ളത്തിന്റെ അടിത്തട്ടിൽ ഒളിമ്പിക്സ് ഫ്ലെയിം കത്തിച്ച ഫസ്റ്റ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് 2000 സിഡ്നി ഒളിമ്പിക്സ് ആണ്. ത്രൂ ദ ഗ്രേറ്റ് ബാരിയർ റീഫ്. ഗ്രേറ്റ് ബാരിയർ റീഫിലൂടെ 2000 സിഡ്നി ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് ഒളിമ്പിക് ഫ്ലെയിം വെള്ളത്തിനടിയിൽ കത്തിച്ചത്. The first Olympics to conduct drug test on medal winners. നമുക്കറിയാം അല്ലേ, ചില മെഡൽ വിന്നേഴ്സ് ഒക്കെ അവർ വിന്നർ ആയി കഴിഞ്ഞിട്ട് ഡ്രഗ് ടെസ്റ്റ് നടത്തുമ്പോൾ അറിയാം എന്ത് ചെയ്യുന്നു? ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്യുന്നു? അയോഗ്യരാക്കുന്നു. വെള്ളി മെഡൽ നേടിയ ആൾക്ക് സ്വർണ്ണ മെഡൽ ലഭിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഡ്രഗ് ടെസ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് 1968 മെക്സിക്കോ ഒളിമ്പിക്സിലാണ്. ഏതിലാണ്? 1968 മെക്സിക്കോ ഒളിമ്പിക്സിൽ. അപ്പൊ ഇങ്ങനെ ഈ മെക്സിക്കോ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയത് വഴി ആദ്യമായിട്ട് തന്റെ മെഡൽ നഷ്ടമായ ഒരു അത്ലറ്റ് ഉണ്ട്. ആരാണ്? ഹാൻസ് ഗുൻസ് ലിൽ. ആരാണ്? ഹാൻസ് ഗുൻസ് ലിൽ ജെൻവാൾ. 1968 അദ്ദേഹത്തിന് ഈ ഒരു ഡ്രഗ് ടെസ്റ്റിലൂടെ തന്റെ മെഡൽ നഷ്ടപ്പെട്ടു. ആരാണ്? ഹാൻസ് ഗുൻസ് ലിൽ ജെൻവാളിനാണ് ആദ്യമായിട്ട് ഡ്രഗ് ടെസ്റ്റിലൂടെ ഒളിമ്പിക്സ് മെഡൽ നഷ്ടപ്പെട്ട വ്യക്തി. The first Olympics to be broadcast on television. ടെലിവിഷനിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്ത ആദ്യത്തെ ഒളിമ്പിക്സ്. പണ്ട് മുതൽക്കേ ടെലിവിഷനിലൂടെ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നോ ഇത്? ഇല്ല അല്ലേ. ആദ്യമായിട്ട് ടെലിവിഷനിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത ഒളിമ്പിക്സ് എന്ന് പറയുന്നത് 1936 ബെർലിൻ ഒളിമ്പിക്സ് ആണ്. ഏതാണ്? 1936 ബെർലിൻ ഒളിമ്പിക്സ് ആണ് ആദ്യമായിട്ട് ടെലിവിഷനിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത, സംപ്രേഷണം ചെയ്ത ഒളിമ്പിക്സ്.
The first Olympics to introduce a mascot, ഒരു മാസ്കോട്ട് അവതരിപ്പിച്ച അല്ലെങ്കിൽ എന്താണ് ഭാഗ്യചിഹ്നം അവതരിപ്പിച്ച ആദ്യത്തെ ഒളിമ്പിക്സ് മ്യൂണിച്ച് ഒളിമ്പിക്സ് ആണ്. 1972 മ്യൂണിച്ച് ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് ഒരു മാസ്കോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. The first Olympics in which mascot included, ഏതാണ്? മ്യൂണിച്ച് ഒളിമ്പിക്സ് 1972. The first official Olympic mascot was വാൾഡി. എന്താണ്? ഒരു വാൾഡി ആണ് ഫസ്റ്റ് ഒളിമ്പിക് മാസ്കോട്ട്. ഇത് എന്താണ്? ഒരു ഡച്ച് ഷണ്ട് ആണ് ഈ വാൾഡി എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ഒഫീഷ്യൽ ഒളിമ്പിക് മാസ്കോട്ട് വാസ് വാൾഡി, എ ഡച്ച് ഷണ്ട് ഫോർ ദ 1972 സമ്മർ ഒളിമ്പിക്സ് ഇൻ മ്യൂണിച്ച്. The little Phrygian caps were the mascots of Paris Olympics 2024. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ മാസ്കോട്ട് ആയിരുന്നു ഏത്? ഫ്രീജിയൻ ക്യാപ്സ് അല്ലെ? ഫ്രീജിയൻ ക്യാപ്സ് ആയിരുന്നു 2024 പാരീസ് ഒളിമ്പിക്സിന്റെ മാസ്കോട്ട്. ഇത് എന്തിൽ നിന്നും ഇൻസ്പയർഡ് ആയതാണ്? ഫ്രീജിയൻ ക്യാപ്പ് എന്തിൽ നിന്നാണ്? എ സിംബൽ ഓഫ് ഫ്രീഡം. ഇതൊരു ഫ്രീഡത്തിന്റെ സിംബൽ ആണ്. ഈ ഫ്രീജിയൻ ക്യാപ്പ് ഒക്കെ നമ്മൾ എല്ലാവരും വാർത്തയിലൂടെ കണ്ടതാണ്. ഇത് എന്തിന്റെ സിംബലാണ്? ഇത് ഫ്രീഡത്തിന്റെ സിംബൽ ആയിട്ടാണ് കരുതുന്നത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിന്റെ മാസ്കോട്ട് എന്തായിരുന്നു? മിറായ് തോവയായിരുന്നു 2020 ടോക്കിയോ ഒളിമ്പിക്സിന്റെ മാസ്കോട്ട്. ഫീച്ചേഴ്സ് എ ബ്ലെൻഡ് ഓഫ് ബ്ലൂ ആൻഡ് വൈറ്റ് കളേഴ്സിന്റെ ഒരു ബ്ലെൻഡ് ആയിരുന്നു ഏത്? മിറായ് തോവ ഫീച്ചേഴ്സ് as blend of blue and white colors. മിറായ് തോവയായിരുന്നു 2020 ടോക്കിയോ ഒളിമ്പിക്സിന്റെ മാസ്കോട്ട്. The first Olympics where women participated in all sports. എല്ലാ കായിക ഇനത്തിലും വനിതകൾ ആദ്യമായി പങ്കെടുത്തത് 2012 ലണ്ടൻ ഒളിമ്പിക്സ് ആയിരുന്നു. 1900 പാരീസ് ഒളിമ്പിക്സിൽ ചില തിരഞ്ഞെടുക്കപ്പെട്ട കായിക ഇനങ്ങളിൽ മാത്രമായി 22 വനിതകൾ പങ്കെടുത്തതാണ് വനിതകൾ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ്. അപ്പോൾ 2012 ലണ്ടൻ ഒളിമ്പിക്സിലൂടെ എല്ലാ കായിക ഇനങ്ങളിലും ആരെ ഉൾപ്പെടുത്തി? വനിതകളെ ഉൾപ്പെടുത്തി. ദ ഫസ്റ്റ് ഒളിമ്പിക് വെയർ വുമൺ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഓൾ സ്പോർട്സ് ഈസ് ലണ്ടൻ ഒളിമ്പിക്സ് 2012. അപ്പൊ നമുക്ക് ഇനി നമ്മൾ ഇതുവരെ പഠിച്ചതുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അപ്പൊ ഇതുവരെ പഠിച്ചത് എന്തൊക്കെയാണ്? അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിൽ ചോദിക്കാം നമുക്കൊന്ന് നോക്കാം. വെൻ ഡിഡ് ദ ആൻഷ്യന്റ് ഒളിമ്പിക്സ് ഫസ്റ്റ് ടേക്ക് പ്ലേസ്? എന്തായിരുന്നു ചോദ്യം? വെൻ ഡിഡ് ദ ആൻഷ്യന്റ് ഒളിമ്പിക്സ് ഫസ്റ്റ് ടേക്ക് പ്ലേസ്? അപ്പൊ ആദ്യമായിട്ട് ആൻഷ്യന്റ് ഒളിമ്പിക്സ് നടന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ AD 393, ബി 9020, സി BC 776, ഡി 1896. നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്നതാണ്. 1896 നമ്മുടെ ഓപ്ഷനിലുണ്ട്. പിന്നെന്തുണ്ട്? ഓപ്ഷൻ സി ആയിട്ട് നമുക്ക് BC 776 ഉണ്ട്. ഇതിൽ എന്നാണ് നമ്മുടെ ആൻഷ്യന്റ് ഒളിമ്പിക്സ് നടന്നത്? എന്നാണ് ആരംഭിച്ചത്? BC 776 അല്ലേ? അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. In which city were the ancient Olympics held? Ancient Olympics നടന്ന സിറ്റി ഏതാണ്? ഓപ്ഷൻ എ ആന്റ്വെർപ്പ്, ഓപ്ഷൻ ബി ഏതൻസ്, ഓപ്ഷൻ സി ഒളിമ്പിയ ഗ്രീസ്, ഓപ്ഷൻ ഡി റോം. എവിടെയായിരുന്നു? ഒളിമ്പിയയിലായിരുന്നു അല്ലേ? നമുക്ക് പഠിച്ചതേ ഉള്ളൂ, അതാണ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അടുത്ത ചോദ്യം നോക്കാം. Who was the first athlete to take the Olympic oath? ഒളിമ്പിക് ഓത്ത് ചൊല്ലിയ ആദ്യത്തെ അത്ലറ്റ് ആരാണ്? ഓപ്ഷൻ എ തിയോഡോസിസ് ഫസ്റ്റ്, ബി കൊളംബസ്, സി വിക്ടർ ബോയിൻ, ഡി ബാരൻ പിയറി ഡി കുബർട്ടിൻ. ആരാണ് ഒളിമ്പിക് ഓത്ത് ആദ്യമായിട്ട് ഒളിമ്പിക് ഓത്ത് ചൊല്ലിയ അത്ലറ്റ് ആരാണ്? ഓപ്ഷൻ സി വിക്ടർ ബോയിൻ ആണ് കേട്ടോ. ഓപ്ഷൻ സി വിക്ടർ ബോയിൻ ആണ് ഇതിൽ ഉത്തരമായി വരുന്നത്. 1920 സമ്മർ ഒളിമ്പിക്സിലാണ് വിക്ടർ ബോയിൻ ഈ ഒരു ഓത്ത് ചൊല്ലുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. When did the modern Olympics begin? മോഡേൺ ഒളിമ്പിക്സ് ആരംഭിച്ചത് എന്നാണ്? ഓപ്ഷൻ എ BC 776, ഓപ്ഷൻ ബി 1896, സി 1923, ഡി AD 393. എന്നാണ് മോഡേൺ ഒളിമ്പിക്സ് ആരംഭിച്ചത്? എന്നാണ്? 1896 അല്ലേ? ഓപ്ഷൻ ബി 1896 എന്ത് മോഡേൺ ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ഡേറ്റ് ഓഫ് വേൾഡ് ഒളിമ്പിക് ഡേ? വേൾഡ് ഒളിമ്പിക് ഡേ ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ December 25, ബി June 23,
സി ഏപ്രിൽ 6, ഡി ഏപ്രിൽ 15. എന്നാണ് വേൾഡ് ഒളിമ്പിക് ഡേ ആചരിക്കുന്നത്? എന്നാണ് നമ്മുടെ IOC രൂപം കൊണ്ട ദിവസം? എന്നാണ്? ഓപ്ഷൻ ബി ജൂൺ 23. How long did the first modern Olympics last? ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക്സിന്റെ ഒരു ടൈം പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1 month, ഓപ്ഷൻ ബി 1 year, ഓപ്ഷൻ സി 10 days, ഓപ്ഷൻ ഡി 1 day. എത്ര ദിവസമായിരുന്നു? 10 ദിവസം. ഏപ്രിൽ 6 മുതൽ ഏപ്രിൽ 15 വരെ ആയിരുന്നു മോഡേൺ ഒളിമ്പിക്സ് നടന്നത്. 10 ദിവസം. ഓപ്ഷൻ സി ആണ് ഉത്തരമായി വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഹു വാസ് ദ ഫസ്റ്റ് മെഡലിസ്റ്റ് ഇൻ ദ ആൻഷ്യന്റ് ഒളിമ്പിക്സ്? ആൻഷ്യന്റ് ഒളിമ്പിക്സിലെ ഫസ്റ്റ് മെഡലിസ്റ്റ് ആരാണ്? ഓപ്ഷൻ എ തിയോഡോസിസ് ഫസ്റ്റ്, ബി കൊറോബസ്, സി വിക്ടർ ബോയിൻ, ഡി ബാരൻ പിയറി ഡി കുബർട്ടിൻ. ആരാണ് ഫസ്റ്റ് മെഡലിസ്റ്റ് ആൻഷ്യന്റ് ഒളിമ്പിക്സിലെ? നമ്മൾ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ആരാണ്? കൊറോബസ് ആണല്ലേ. കൊറോബസ്. ഓപ്ഷൻ ബി കൊറോബസ് ആണ് ആൻഷ്യന്റ് ഒളിമ്പിക്സിലെ ഫസ്റ്റ് മെഡലിസ്റ്റ്. അടുത്ത ചോദ്യം, the establishment of the International Olympic Committee IOC in 1894 was a crucial step for the modern games. Who was its first president? നമ്മുടെ IOC-യുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആര് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ബാരൻ പിയറി ഡി കുബർട്ടിൻ, ഓപ്ഷൻ എ ബാരൻ പിയറി ഡി കുബർട്ടിൻ, ബി വിക്ടർ ബോയിൻ, സി തിയോഡോസിസ്, ഡി ഡിമട്രിയസ് വിക്കേലാസ്. ആരാണ് നമ്മുടെ IOC-യുടെ ആദ്യ പ്രസിഡന്റ്? ആരാണ്? പിയറി ഡി കുബർട്ടിൻ ആണോ? അല്ല, പിയറി ഡി കുബർട്ടിൻ രണ്ടാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. ഓപ്ഷൻ ഡി ഡിമട്രിയസ് വിക്കേലാസ് ആണ് ഉത്തരമായി വരുന്നത്. നമ്മുടെ IOC-യുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഡിമട്രിയസ് വിക്കേലാസ് ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ഒറിജിൻസ് ഓഫ് ദി ഒളിമ്പിക്സ് ഗെയിംസ്. അപ്പോ ഒളിമ്പിക്സ് ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ആൻഷ്യന്റ് ഒളിമ്പിക്സ് ഫസ്റ്റ് ടൂക്ക് പ്ലേസ് ഇൻ BC 7076. അപ്പോൾ 776 BC-ലാണ് ആൻഷ്യന്റ് ഒളിമ്പിക്സ് ആരംഭിച്ചത്. ദ മോഡേൺ ഒളിമ്പിക്സ് ബിഗൻ ഓൺ ഏപ്രിൽ 6, 1896. 1896 ഏപ്രിൽ 6-നാണ് ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത്. വിച്ച് ഓഫ് ദി എബോവ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ഇവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ഓൺലി 1, ഓപ്ഷൻ ബി ഓൺലി 2, ഓപ്ഷൻ സി ബോത്ത് 1 and 2, ഓപ്ഷൻ ഡി നെയ്തർ 1 nor 2. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? ബോത്ത് 1 and 2 അല്ലേ. BC 776-ലാണ് ആൻഷ്യന്റ് ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. 1896-ലാണ് മോഡേൺ ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. രണ്ടും ശരിയാണ്. ഇവാലുവേറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് കീ ഫീച്ചേഴ്സ് ഇൻ ഒളിമ്പിക് ഹിസ്റ്ററി. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ പോയിന്റ്സ് എന്ന്. The ancient Olympics were abolished by Baron Pierre de Coubertin. Ancient Olympics നിർത്തലാക്കിയത് ബാരൻ പിയറി ഡി കുബർട്ടിൻ ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, the title father of the modern Olympics is given to Theodosius. Theodosius ആണ് father of the modern Olympics എന്നറിയപ്പെടുന്നത്. Which of the above statement is or are correct? ഇവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ഓൺലി 1, ഓപ്ഷൻ ബി ഓൺലി 2, ഓപ്ഷൻ സി ബോത്ത് 1 and 2, ഓപ്ഷൻ ഡി നെയ്തർ 1 nor 2. ഇതിൽ ഏതാണ് ഉത്തരമായി വരുന്നത്? പിയറി ഡി കുബർട്ടിൻ ആണോ ആൻഷ്യന്റ് ഒളിമ്പിക്സ് നിർത്തലാക്കിയത്? ഫാദർ ഓഫ് ദി മോഡേൺ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് തിയോഡോസിസ് ആണോ? അല്ലേ, രണ്ടും തിരിഞ്ഞു പോയി. അപ്പൊ നെയ്തർ 1 nor 2 എന്നതാണ് ഇവിടെ ഉത്തരമായി വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, which one of the following statements about the ancient Olympics is correct? അപ്പൊ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഷ്യന്റ് ഒളിമ്പിക്സിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. They were hosted in the city of Athens, Greece. ഗ്രീസിലെ ഏതൻസിലാണ് നടന്നത്. ശരിയാണോ? തെറ്റാണല്ലേ. ഗ്രീസിലെ ഒളിമ്പിയയിലാണ് നമ്മുടെ ആൻഷ്യന്റ് ഒളിമ്പിക്സ് നടന്നത്. ദ ഫസ്റ്റ് മെഡലിസ്റ്റ് വാസ് വിക്ടർ ബോയിൻ. ശരിയാണോ? ഫസ്റ്റ് മെഡലിസ്റ്റ് വിക്ടർ ബോയിൻ ആണോ? അല്ലേ. നമ്മുടെ ആൻഷ്യന്റ് ഒളിമ്പിക്സിലെ ഫസ്റ്റ് മെഡലിസ്റ്റ് വിക്ടർ ബോയിൻ അല്ല. They were initially held for a duration of 10 days. 10 ദിവസമാണ് നടന്നത്. അതെന്താണ്? നമ്മുടെ മോഡേൺ ഒളിമ്പിക്സ് ആണ് 10 ദിവസം നടന്നത്. The first recorded medalist was a man named Corobus. Corobus ആണ് ഫസ്റ്റ് മെഡലിസ്റ്റ്. ശരിയാണോ? ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. ദ ഫസ്റ്റ് മെഡലിസ്റ്റ്, ഫസ്റ്റ് റെക്കോർഡഡ് മെഡലിസ്റ്റ് വാസ് എ മാൻ നെയ്മഡ് കൊറോബസ്. കൊറോബസ് ആണ് ആൻഷ്യന്റ് ഒളിമ്പിക്സിലെ ഫസ്റ്റ് മെഡലിസ്റ്റ്. റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് മെഡലിസ്റ്റ് ആരാണ്? കൊറോബസ് ആണ്. എക്സാമിൻ ദ സ്റ്റേറ്റ്മെന്റ്സ് ബിലോങ് റിലേറ്റഡ് ടു ദ മോഡേൺ ഒളിമ്പിക്സ് ഗെയിംസ്. അടുത്ത് തന്നിരിക്കുന്നത് മോഡേൺ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടതാണ്.
World Olympics Day is celebrated annually on June 23. The first athlete to take Olympic oath was Victor Boyne at the 1896 Athens Olympics. Which of the above statement is or are correct? ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി only 2, ഓപ്ഷൻ സി both 1 and 2, ഓപ്ഷൻ ഡി neither 1 nor 2. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ only 1 ആണ് ശരിയായിട്ടുള്ളത്. കാരണം നമ്മുടെ വിക്ടർ ബോയിൻ ഒളിമ്പിക് ഓത്ത് ചൊല്ലുന്നത് 1920 ആന്റ്വെർപ്പ് ഒളിമ്പിക്സിലാണ്. ആന്റ്വെർപ്പ് ഒളിമ്പിക്സിൽ ഇതിൽ 1896 ഏതൻസ് ഒളിമ്പിക്സ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ only 1 ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. Identify the incorrect statement regarding the duration of the Olympics Games. Olympics Games ഡ്യൂറേഷനുമായി ബന്ധപ്പെട്ട ശരിയായത് ഇൻകറക്റ്റ്, ശരിയായതല്ല തെറ്റായത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. The ancient Olympics initially had a duration of 1 day. ഒരു ദിവസമാണ് ancient Olympics നീണ്ടു നിന്നത്. B. The first modern Olympics in 1896 took place from April 6 to April 15. Option C. The ancient Olympics and the first modern Olympics had the same duration of the day. Option D. The duration of the first modern Olympics was 10 days. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? ഏതാണ്? നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ, ഡ്യൂറേഷൻ സെയിം അല്ലായിരുന്നു. നമ്മുടെ ആൻഷ്യന്റ് ഒളിമ്പിക്സിന്റെയും ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക്സിന്റെയും ഡ്യൂറേഷൻ സെയിം അല്ലായിരുന്നു. അപ്പോ ഓപ്ഷൻ സി, അത് സെയിം ആണെന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഫസ്റ്റേഴ്സ് ഇൻ ദ മോഡേൺ ഒളിമ്പിക്സ്. മോഡേൺ ഒളിമ്പിക്സിൽ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം. The first ever medalist in the modern games was James Brendan Connolly of the USA. അമേരിക്കയുടെ ജെയിംസ് ബ്രണ്ടൻ കൊണോളി ആണ് ഫസ്റ്റത്തെ മെഡലിസ്റ്റ്. The country that won the most medals at the first modern Olympics was the USA. Which of the above statement is or are correct? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി only 2, ഓപ്ഷൻ സി both 1 and 2, ഓപ്ഷൻ ഡി neither 1 nor 2. ഇതിൽ ഏതാണ് ഉത്തരമായി വരുന്നത്? ബോത്ത് 1 and 2 ആണ് അല്ലെ. നമ്മൾ പഠിച്ചതാണല്ലേ, നമ്മുടെ ബ്രണ്ടൻ കണോലി ആണ് എന്ത് ഫസ്റ്റ് മെഡലിസ്റ്റ് എന്ന് നമ്മൾ പഠിച്ചു. ഏറ്റവും വിജയിയും ആരായിരുന്നു? ഫസ്റ്റ് ഒളിമ്പിക്സിലെ വിജയി USA ആയിരുന്നു. ബോത്ത് 1 and 2 ആർ കറക്റ്റ്. അടുത്ത ചോദ്യം. ഹു ഈസ് ദ ഫസ്റ്റ് ഫീമെയിൽ അത്ലറ്റ് ടു വിൻ എ ഗോൾഡ് മെഡൽ ഇൻ ആൻ ഇൻഡിവിജ്വൽ ഇവന്റ് ഇൻ മോഡേൺ ഒളിമ്പിക്സ്? മോഡേൺ ഒളിമ്പിക്സിൽ ഒരു വ്യക്തിഗത ഇനത്തിൽ ഗോൾഡ് മെഡൽ നേടിയ ഫസ്റ്റ് ഫീമെയിൽ അത്ലറ്റ് ആരാണ്? ഓപ്ഷൻ എ കാർലോട്ടെ കൂപ്പർ, ഓപ്ഷൻ ബി ജെയിംസ് ബ്രണ്ടൻ കണോലി, സി കോൾ ഷൂമാൻ, ഡി നൺ ഓഫ് ദ എബോവ്. അപ്പോ ആരാണ് ഫസ്റ്റ് ഗോൾഡ് മെഡൽ വിന്നർ വനിത ഒരു വ്യക്തിഗത ഇനത്തിൽ? ആരാണ്? കാർലോട്ടെ കൂപ്പർ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. From which edition of the Olympics was the gold, silver and bronze medal sequence officially allowed for the top 3 positions? ടോപ്പ് 3 പൊസിഷനിൽ ഗോൾഡ്, സിൽവർ, ബ്രോൺസ് മെഡൽ രീതി കൊണ്ടുവന്ന ഒളിമ്പിക്സ് ഏതാണ്? ഓപ്ഷൻ എ 1896 ഏതൻസ് ഒളിമ്പിക്സ്, ബി 90,000 പാരീസ് ഒളിമ്പിക്സ്, സി 1904 സെന്റ് ലൂയിസ് ഒളിമ്പിക്സ്, ഡി 1908 ലണ്ടൻ ഒളിമ്പിക്സ്. ഇതിൽ ഏത് ഒളിമ്പിക്സിലാണ് ഈ ഒരു മെഡൽ സീക്വൻസ് കൊണ്ടുവന്നത്? ഏതാണ്? 1904 സെന്റ് ലൂയിസ് ഒളിമ്പിക്സ് അല്ലേ. 1904 സെന്റ് ലൂയിസ് ഒളിമ്പിക്സിലാണ് നമ്മുടെ ഗോൾഡ്, സിൽവർ, ബ്രോൺസ് എന്ന് ഇന്ന് കാണുന്ന രീതിയിൽ ഒളിമ്പിക് മെഡലുകൾ നൽകി തുടങ്ങിയത്. വാട്ട് ഈസ് ദ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദി 90,000 ഒളിമ്പിക് ഗെയിംസ്? 1900 നമ്മുടെ ഒളിമ്പിക് ഗെയിംസിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈം മെഡൽസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ്. മെഡൽസ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫസ്റ്റ് ടൈം ദ ഗെയിംസ് വെയർ ഹെൽഡ് ഇൻ ദ USA. USA ആദ്യമായി ഗെയിംസ് നടന്നു. ഫസ്റ്റ് ടൈം വുമൺ കമ്പീറ്റഡ് ഇൻ സെലക്ടഡ് സ്പോർട്സ്. ഫസ്റ്റ് ടൈം ടീം ഇവന്റ്സ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ്. ഇതിൽ ഏതാണ് 1900 പ്രത്യേകത? ഒളിമ്പിക്സ് 1900 പാരീസ് ഒളിമ്പിക്സിന്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് ടൈം വുമൺ കമ്പീറ്റഡ് ഇൻ സെലക്ടഡ് സ്പോർട്സ്. ഇതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരമായി വരുന്നത്. നമ്മൾ കൃത്യമായിട്ടും പഠിച്ചതാണ് അല്ലെ. അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇൻ വിച്ച് സ്പോർട്ട് ഡിഡ് കാർലോട്ടെ കൂപ്പർ വിൻ ഹെർ ഇൻഡിവിജ്വൽ ഒളിമ്പിക് ഗോൾഡ് മെഡൽ? ഏത് ഐറ്റത്തിലാണ് അവർക്ക് ആ മെഡൽ ലഭിച്ചത്? ഓപ്ഷൻ എ സ്വിമ്മിംഗ്, ബി ആർച്ചറി, സി ടെന്നീസ്, ഡി ജിംനാസ്റ്റിക്. ഇതിൽ ഏതായിരുന്നു? ഓപ്ഷൻ സി ടെന്നീസ് ആണല്ലേ. ഓപ്ഷൻ സി ടെന്നീസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ഒളിമ്പിക് ഗെയിംസ്. ഒളിമ്പിക് ഗെയിംസുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് നോക്കുക. ദ ഫസ്റ്റ് വിന്റർ ഒളിമ്പിക്സ് വാസ് ഹെൽഡ് ഇൻ 1924 in Chamonix, France. Before 1992, both summer and winter Olympics were conducted in the same year. After 1992, the IOC decided to conduct summer and winter Olympics alternately every 4 years with 2 years intervals between them. Which of the above statement is or are correct? ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1 only 1 and 2, ബി only 2 and 3, സി only 1 and 3, ഡി 1, 2 and 3. ഇതിൽ ഏതൊക്കെയാണ് ശരി? ഏതൊക്കെയാണ്? 1924 ആദ്യത്തെ വിന്റർ ഒളിമ്പിക്സ് നടന്നത് ഫ്രാൻസിൽ എന്നാണ് പറയുന്നത്. ശരിയോ തെറ്റോ? ശരിയാണ്. നമ്മൾ പഠിച്ചു 1992 2 വരെ എന്താണ്, രണ്ടും സെയിം ഇയറിലാണ് വിന്റർ ഒളിമ്പിക്സും സമ്മർ ഒളിമ്പിക്സും. ശരിയാണ്, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. 1992 വരെ IOC എന്തിനാരംഭിച്ചു? സമ്മർ ആൻഡ് വിന്റർ ഒളിമ്പിക്സ് alternately every 4 year. Winter Olympics alternately every 4 year with 2 year intervals between them. അല്ലെ, 4 വർഷത്തിലൊരിക്കൽ. എന്താണ്, 2 ഗെയിംസിനും ഇടയ്ക്ക് 2 വർഷത്തെ വ്യത്യാസം. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ഇതിൽ ഉത്തരമായി വരുന്നത് 1, 2 and 3 എന്നതാണ്. ഓപ്ഷൻ ഡി 1, 2 and 3. ഇത് മൂന്നും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഡിസൈൻഡ് ദ ഒളിമ്പിക് ഫ്ലാഗ്? ഒളിമ്പിക് ഫ്ലാഗ് രൂപകൽപ്പന ചെയ്തത് ആര്? ഓപ്ഷൻ എ ജെയിംസ് ബ്രണ്ടൻ കനോലി, ബി കാൾ ഷ്രൂമാൻ, സി ബാരൻ പിയറി ഡി കുബർട്ടിൻ, ഡി ജോർജ് എയ്സർ. ആരാണ് നമ്മുടെ ഒളിമ്പിക് ഫ്ലാഗ് നിർമ്മിച്ചത്? ആരാണ്? പിയറി ഡി കുബർട്ടിൻ. അല്ലെ, പിയറി ഡി കുബർട്ടിൻ ആണ് ഒളിമ്പിക് ഫ്ലാഗ് നിർമ്മിച്ചത്. വാട്ട് ഈസ് ദ കളർ ഓഫ് ദി റിംഗ് അറ്റ് ദി സെന്റർ ഓഫ് ദി ഒളിമ്പിക് ഫ്ലാഗ്? ഒളിമ്പിക് ഫ്ലാഗിന്റെ മധ്യത്തിലുള്ള നിറം എന്താണ്? ഏതാണ് ആ റിംഗിന്റെ നിറം? ബ്ലൂ ആണോ? ഓപ്ഷൻ എ ബ്ലൂ, ബി റെഡ്, സി ബ്ലാക്ക്, ഡി ഗ്രീൻ. എന്താണ് നമ്മുടെ ഒളിമ്പിക് ഫ്ലാഗിന്റെ സെന്ററിലെ റിംഗിന്റെ നിറം? ഏതാണ്? ഓപ്ഷൻ സി ബ്ലാക്ക് ആണ്. അല്ലേ, നമ്മൾ പഠിച്ചു അല്ലേ, ബ്ലാക്ക് ആണ് ഒളിമ്പിക് ഫ്ലാഗിന്റെ സെന്ററിലെ നിറം. വാട്ട് ഡു ദ 5 ഇന്റർലോക്കിംഗ് റിംഗ്സ് ഓൺ ദ ഒളിമ്പിക് ഫ്ലാഗ് റെപ്രസെന്റ്? ഒളിമ്പിക് ഫ്ലാഗിലെ ഈ 5 വളയങ്ങൾ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ 5 host cities, ഓപ്ഷൻ ബി 5 types of sports, ഓപ്ഷൻ സി യൂണിറ്റി ഓഫ് 5 continents, ഓപ്ഷൻ ഡി 5 ഒളിമ്പിക് വാല്യൂ. ഇതിൽ ഏതാണ് നമ്മൾ കൃത്യമായി പഠിച്ചതാണ്. ഓപ്ഷൻ സി യൂണിറ്റി ഓഫ് ദി 5 continents. നമ്മുടെ 5 ഭൂഖണ്ഡങ്ങളുടെയും ഒത്തൊരുമയാണ് ഈ ഇന്റർലോക്ക് ചെയ്തിട്ടുള്ള ഈ 5 വളയങ്ങൾ സൂചിപ്പിക്കുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. നമ്മുടെ IOC-യുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. The International Olympic Committee was formed on June 23, 1894. 1894 ജൂൺ 23 രൂപീകൃതമായി. The headquarters of the IOC is located in Lausanne, Switzerland. സ്വിറ്റ്സർലാൻഡിലെ ലൊസൈനിലാണ് IOC-യുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. The first president of the IOC was Pierre de Coubertin. IOC-യുടെ ഫസ്റ്റ് പ്രസിഡന്റ് പിയറി ഡി കുബർട്ടിൻ ആണ്. Dimitrios Vikelas served as the first president of the IOC from 1894 to 1896. Dimitrios Vikelas ആണ് IOC-യുടെ ഫസ്റ്റ് പ്രസിഡന്റ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? Which of the above statements are correct? Option A only 1, 2 and 3, B only 1, 2 and 4, C only 2, 3 and 4, option D all 1, 2, 3 and 4 are correct. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1, 2 and 4 ആണല്ലേ. ഓപ്ഷൻ ബി 1, 2 and 4 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് IOC വാസ് പിയറി ഡി കുബർട്ടിൻ എന്ന് പറയുന്നത് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത ചോദ്യം നോക്കാം. ക്രിസ്റ്റി കോവൻട്രി, ദ കറന്റ് IOC പ്രസിഡന്റ്, ഈസ് ദ ഫസ്റ്റ് വുമൺ ടു ഹോൾഡ് ദ പൊസിഷൻ. ഷീ ഈസ് ഫ്രം വിച്ച് കൺട്രി? അപ്പൊ നമ്മുടെ ക്രിസ്റ്റി കോവൻട്രി ഏത് രാജ്യക്കാരിയാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ സൗത്ത് ആഫ്രിക്ക, ബി സിംബാബ്വെ, സി ഓസ്ട്രേലിയ, ഡി കെനിയ. ഏത് രാജ്യക്കാരിയാണ് നമ്മുടെ ക്രിസ്റ്റി? ഏതാണ്? ഓപ്ഷൻ ബി സിംബാബ്വെ. സിംബാബ്വെക്കാരിയാണ് ക്രിസ്റ്റി കോവൻട്രി. വെയർ ഈസ് ദ ഒളിമ്പിക് മ്യൂസിയം ലൊക്കേറ്റഡ്? ഒളിമ്പിക്സ് മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ ഏതൻസ്, ഗ്രീസിലെ ഏതൻസില്, ബി പാരീസ്, ഫ്രാൻസ്, സി ലുസൈൻ, സ്വിറ്റ്സർലാൻഡ്, ഡി ടോക്കിയോ, ജപ്പാൻ. എവിടെയാണ് ഒളിമ്പിക്സ് മ്യൂസിയം? എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിൽ തന്നെയാണ് അല്ലെ. നമ്മുടെ IOC-യുടെ ആസ്ഥാനം എവിടെയാണോ അവിടെ തന്നെയാണ്. ഓപ്ഷൻ സി ലുസൈൻ, സ്വിറ്റ്സർലാൻഡ്.
Who was the first Indian to receive the IOC's Gold Medal of Olympic Order? Olympic Order Gold Medal ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എൻ രാമചന്ദ്രൻ, ബി മിൽഖ സിംഗ്, സി ഇന്ദിരാഗാന്ധി, ഡി അഭിനവ് ബിന്ദ്ര. ആരാണ് ഉത്തരമായി വരുന്നത്? ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി. അഭിനവ് ബിന്ദ്രയ്ക്ക് എന്താണ് ലഭിക്കുന്നത്? ഒളിമ്പിക് ഓർഡർ ആണ്. ഒളിമ്പിക് ഓർഡർ ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര. ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി. Consider the following statements. Christy Coventry is the current president of International Olympic Committee and the first woman to hold this post. The Olympic Museum is located in Lausanne, Switzerland. Indira Gandhi was the first Indian to receive the IOC's Gold Medal of the Olympic Order. N. Ramachandran received the Olympic Order in the year 2016. Which of the above are correct? ഏതൊക്കെയാണ് ശരി? A. Only 1 and 2. B. Only 2, 3 and 4. C. Only 1, 3 and 4. D. 1, 2, 3 and 4. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഏതൊക്കെയാണ്? എല്ലാം ശരിയല്ലേ? 1, 2, 3, 4 എല്ലാം ശരിയാണ്. Consider the following statements. The Olympic anthem was first sung at the Athens Olympics in 1896. Women participated in the Olympics for the first time in the Paris Olympics 90,000. Cricket was introduced only once as a competition in Olympics history during the Paris Olympics 19,000. The Olympics flag was raised for the first time at the Antwerp Olympics in 1924. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻസ് നോക്കാം. Only 1, 2 and 3, only 2, 3 and 4, only 1, 3 and 4, only 1, 2, 3 and 4. നമുക്ക് നോക്കാം. ഒളിമ്പിക് ആന്തം 1896 ശരിയാണ്. വുമൺ പാർട്ടിസിപ്പേഷൻ 1900 ശരിയാണ്. ക്രിക്കറ്റ് ഒരു പ്രാവശ്യമേ മത്സര ഇനമായി എടുത്തിട്ടുള്ളൂ. 1900 നമ്മൾ പറഞ്ഞു. 128 വർഷങ്ങൾക്ക് ശേഷം എന്ന് നടക്കാൻ പോകുന്നു? 2028 ഉൾപ്പെടുത്താൻ പോകുന്നു. ശരിയാണ്. The Olympic flag was raised for the first time at the Antwerp Olympics in 1924. ശരിയാണോ അല്ലല്ലേ? അപ്പോ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ട് വരുന്നത്. ഇവിടെ ശരി only 1, 2 and 3 എന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. At which Olympics was the Olympic flag raised for the first time? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ചോദ്യമായി വന്നിട്ടുണ്ട്. ഏത് ഒളിമ്പിക്സിലാണ് ഒളിമ്പിക്സ് ഫ്ലാഗ് ആദ്യമായി ഉയർത്തിയത്? ഓപ്ഷൻ എ പാരീസ് ഒളിമ്പിക്സ് 90,000, ഓപ്ഷൻ ബി ആന്റ്വർപ്പ് ഒളിമ്പിക്സ് 1920, സി ആംസ്റ്റർഡാം ഒളിമ്പിക്സ് 1928, ഡി ബെർലിൻ ഒളിമ്പിക്സ് 1936. ഇതിൽ ഏത് ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് ഒളിമ്പിക്സ് ഫ്ലാഗ് ഉയർത്തിയത്? ഏതിലാണ്? ആന്റ്വർപ്പ് ഒളിമ്പിക്സിലാണ്. 1920 ആന്റ്വർപ്പ് ഒളിമ്പിക്സിലാണ്. Cricket was included as an Olympic event only once. In which edition of the Olympics did this happen? ഏത് ഒളിമ്പിക്സിലാണ് ഇത് നടന്നത്? ആഥൻസ് ഒളിമ്പിക്സ് 1896, പാരീസ് ഒളിമ്പിക്സ് 90,000, ലണ്ടൻ ഒളിമ്പിക്സ് 1948, ഓപ്ഷൻ ഡി റോം ഒളിമ്പിക്സ് 1960. ഏത് ഒളിമ്പിക്സിലാണ് ക്രിക്കറ്റ് മത്സര ഇനമായി ഒരൊറ്റ തവണ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നായിരുന്നു? ഓപ്ഷൻ ബി പാരീസ് ഒളിമ്പിക്സ് ആണല്ലേ. 1900 പാരീസ് ഒളിമ്പിക്സിൽ. At which Olympics was the Olympic anthem sung for first time? ഒളിമ്പിക് ആന്തം ആദ്യമായി ഉപയോഗിച്ചത്? ഓപ്ഷൻ എ പാരീസ് ഒളിമ്പിക്സ് 90,000, ബി ഏഥൻസ് ഒളിമ്പിക്സ് 1896, സി ലണ്ടൻ ഒളിമ്പിക്സ് 1908, ഓപ്ഷൻ ഡി ആന്റ്വർപ്പ് ഒളിമ്പിക്സ് 1920. എന്നായിരുന്നു ഒളിമ്പിക്സ് ആന്തം? അപ്പൊ 1896 ഏഥൻസ് ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് ഒളിമ്പിക്സ് ആന്തം ഉപയോഗിച്ചത്. At which Olympic Games was the Olympic flame lit for the first time? ഒളിമ്പിക് ദീപം ആദ്യമായി കൊളുത്തിയത്? ഓപ്ഷൻ എ പാരീസ് ഒളിമ്പിക്സ് 1924, ബി ബെർലിൻ ഒളിമ്പിക്സ് 1936, സി ആംസ്റ്റർഡാം ഒളിമ്പിക്സ് 1928, ഡി ടോക്കിയോ ഒളിമ്പിക്സ് 1964. ഏതാണ് ഉത്തരമായി വരുന്നത്? ഓപ്ഷൻ സി ആണ്, ആംസ്റ്റർഡാം ഒളിമ്പിക്സ്. നമ്മൾ കൃത്യമായിട്ടും ടെക്സ്റ്റ് ബുക്ക് വെച്ച് പറഞ്ഞതാണ്. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ് ആദ്യമായി ഒളിമ്പിക്സ് ദീപം കത്തിച്ചത് അല്ലേ. നിങ്ങളിതൊരു വർഷങ്ങളൊക്കെ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒളിമ്പിക്സുകൾ തമ്മിൽ തിരിഞ്ഞു പോകും. വ്യക്തമായിട്ട് തന്നെ പഠിക്കുക. ദ ഒളിമ്പിക് മോട്ടോ Citius Altius Fortius was officially used for the first time in which edition of the Olympic Games? Option A Athens Olympics 1896, B Paris Olympics 1924, C Amsterdam Olympics 1928, D London Olympics 1948. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി പാരീസ് ഒളിമ്പിക്സ് ആണ്. 1924 പാരീസ് ഒളിമ്പിക്സിലാണ് ഒളിമ്പിക്സ് മോട്ടോ ഉപയോഗിക്കുന്നത്. ദ ഒളിമ്പിക് ടോർച്ച് റിലേ ട്രഡിഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് വിച്ച് ഒളിമ്പിക് ഗെയിംസ്? ഒളിമ്പിക്സ് ടോർച്ച് എന്നാണ് ഉപയോഗിച്ചത്? ആംസ്റ്റർഡാം ഒളിമ്പിക്സ് 1928,
ബി പാരീസ് ഒളിമ്പിക്സ് 1924, സി ബെർലിൻ ഒളിമ്പിക്സ് 1936, ഡി റോം ഒളിമ്പിക്സ് 1960. ഇതിൽ ഉത്തരമായി വരുന്നത് ഏതാണ്? ബെർലിൻ ഒളിമ്പിക്സ് ആണ്. 1936 ബെർലിൻ ഒളിമ്പിക്സിലാണ് ഒളിമ്പിക് ടോർച്ച് റിലേ ആദ്യമായി ഉപയോഗിക്കുന്നത്. 1936 ബെർലിൻ ഒളിമ്പിക്സിലാണ്. ഇന്ത്യ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഒളിമ്പിക് ടോർച്ച് റിലേ ഫോർ ദ ഫസ്റ്റ് ടൈം ഡ്യൂറിംഗ് വിച്ച് ഒളിമ്പിക്സ്? ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക് ടോർച്ച് റിലേ ഏതാണ്? ഓപ്ഷൻ എ ബെർലിൻ ഒളിമ്പിക്സ് 1936, ബി ലണ്ടൻ ഒളിമ്പിക്സ് 1948, സി റോം ഒളിമ്പിക്സ് 1960, ഡി ടോക്കിയോ ഒളിമ്പിക്സ് 1964. ഏതാണ് ഉത്തരമായി വരുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി ടോക്കിയോ ഒളിമ്പിക്സ് 1964 ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ ഡി ടോക്കിയോ ഒളിമ്പിക്സ് 1964. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് മൈൽസ്റ്റോൺസ് ഇൻ ഒളിമ്പിക് ഹിസ്റ്ററി. The Sydney Olympics 2000 was the first to carry the Olympic flame underwater through the Great Barrier Reef. അപ്പോൾ ഒളിമ്പിക് ദീപം വെള്ളത്തിനടിയിൽ തെളിയിച്ചത് സിഡ്നി ഒളിമ്പിക്സ് 2000-ലാണ്. The first Olympics to conduct drug tests on medal winners were the Mexico Olympics in 1968. മെക്സിക്കോ ഒളിമ്പിക്സിലാണ് ഡ്രഗ് ടെസ്റ്റ് ഉപയോഗിച്ചത്. ഹാൻസ് ഗുണ്ണർ ലിൽജെൻവാൾ was the first athlete to lose an Olympic medal due to failing a drug test. ഡ്രഗ് ടെസ്റ്റിലൂടെ തന്റെ മെഡൽ നഷ്ടമായ ആദ്യ വ്യക്തിയാണ് ഹാൻസ് ഗുണ്ണർ. The first Olympic Games to be broadcast on television was the Berlin Olympics in 1936. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ 1, 2 and 3, ബി 2, 3 and 4, സി ഓൺലി 1, 3 and 4, ഡി 1, 2, 3 and 4. എല്ലാം ശരി എന്നാണ് ഡി ഓപ്ഷൻ. ഇതിൽ ഏതാണ് ഉത്തരമായി വരുന്നത്? ഓപ്ഷൻ ഡി തന്നെയാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ ഡി 1, 2, 3 and 4. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഒളിമ്പിക് മാസ്കോട്ട്. ഒളിമ്പിക് മാസ്കോട്ടുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് നോക്കുക. The first official Olympic mascot was Waldi, a Dutch shunt introduced during the 1972 Summer Olympics in Munich. അപ്പോൾ വാൾഡിയാണ് ആദ്യത്തെ ഒളിമ്പിക് മാസ്കോട്ട് എന്ന് പറയുന്നു. 1978 സമ്മർ ഒളിമ്പിക്സിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. The mascot of the Paris 2024 Olympics are inspired by the Phrygian cap, a symbol of freedom. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, the mascot of the Tokyo 2020 Olympics, Mirai Towa, feature a combination of blue and white colors. The first Olympic mascot appeared in Tokyo 1964 Olympics. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ 1, 2 and 3, ബി 2 and 3, സി 1 and 4, ഡി 1, 2, 3 and 4. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ 1, 2 and 3 അല്ലെ. ദ ഫസ്റ്റ് ഒളിമ്പിക് മാസ്കോട്ട് അപ്പിയർഡ് ഇൻ ടോക്കിയോ 1964 എന്ന് പറയുന്നത് തെറ്റാണ്. 1972 നമ്മുടെ മ്യൂണിച്ച് ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് മാസ്കോട്ട് വരുന്നത്. അപ്പോൾ 1, 2 and 3 എന്ന ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് പഠിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കിയായിട്ട് വരുന്ന ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്